ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് മയോസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എം ഫേസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് അല്ലേ. എം ഫേസ് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ ഫേസ് ആണ്. അത് മൈറ്റോസിസ് ആകാം അല്ലെങ്കിൽ മയോസിസ് ആകാം. മൈറ്റോസിസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മയോസിസ് ആണ്. മയോസിസ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളൊക്കെ മുഖം ഇങ്ങനെ വെച്ചെന്നെ നോക്കാൻ തുടങ്ങി അല്ലേ. ഞാൻ ഇതിനെ മിസ്പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് ആസ് മയോസിസ്. ശരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയല്ല. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് മിയോസിസ് എന്നാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഇതിൻ്റെ ക്ലാസ്സസ് ഒക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ ക്രിട്ടിസൈസിങ് കമൻസിൻ്റെ താഴെ ഇങ്ങനെ വരികയായിരുന്നു. നിങ്ങൾ ഇതിൻ്റെ മിസ്പ്രൊനൗൺസ് ചെയ്തു, ശരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയല്ല, മിയോസിസ് എന്നാണ്, ഇതെങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഓഫ് മയോസിസ് ഈസ് മയോസിസ്. കേട്ടോ, ഇത് മയോൺ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. മയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ലെസൺ എന്നാണ് മീനിങ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സംഗതി കുറയുന്ന ഒരു കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ആണിത്. ആ കുറയുന്നത് ക്രോമോസോംസിന്റെ നമ്പർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ക്രോമോസോംസിന്റെ നമ്പർ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ആണ് കേട്ടോ. ഇതിലെ ഈ മയോസിസിലെ ഈ ഇവിടെ സൈലന്റ് ആണ്. ഇനി നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായിട്ട് ടീച്ചേഴ്സ് നമ്മളെ മിയോസിസ് എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മളും അങ്ങനെയാണ് ശീലിക്കുക. അപ്പം നിങ്ങളൊക്കെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ലെക്ചറേഴ്സ് എങ്കിലും ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ പറഞ്ഞിട്ടുണ്ടാവും, മയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഫോറിൻ കൺട്രീസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ച പല സയൻറ്റിഫിക് ടേംസിലും പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് പ്രോബ്ലം സ്റ്റിൽ, ബിക്കോസ് എക്സാം ഹാളിൽ നമ്മൾ ഈ പ്രൊനൗൺസിയേഷൻ ഒന്നല്ല എഴുതി വെക്കാൻ പോകുന്നത് അല്ലേ. നമ്മൾ ആ കോൺസെപ്റ്റ് പഠിച്ചിട്ട് അതാണ് എഴുതി വെക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചു, ഇതിങ്ങനല്ല അത് പറയേണ്ടത്, അങ്ങനെയാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചോളാം. നിങ്ങളുടെ പ്രായമല്ലേ, നിങ്ങളുടെ പ്രായത്തിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന പ്രായമാണ് അല്ലേ. പിന്നെ ഇത് പോകെ പോകെ നിങ്ങൾക്ക് പ്രയാസമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ല ഞാൻ ഇങ്ങനെ പറയുള്ളൂ, ഞാൻ മിയോസിസ് എന്നാണ് പഠിച്ചത്, അങ്ങനെ തന്നെ പറയത്തുള്ളൂ എന്നാണെങ്കിൽ നോ പ്രോബ്ലംസ്, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഞാൻ എന്തായാലും ഇതിനെ മയോസിസ് എന്നാണ് പറയുക. അത് കേട്ട് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകരുത്. അപ്പോൾ എന്താണ് മയോസിസ് എന്ന് പറഞ്ഞാൽ? It's a kind of cell division that occurs in the reproductive cells of sexually reproducing organisms. നമ്മുടെ ബോഡിയിലെ റീപ്രൊഡക്റ്റീവ് സെൽസിൽ മാത്രം കാണപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ആണ് മയോസിസ്. അപ്പോൾ മൈറ്റോസിസിനെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയായിരുന്നു മൈറ്റോസിസ് നടക്കുക ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽസിലാണെന്നല്ലേ. സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി സെൽസ്. ഇതൊരു കൈൻഡ് ഓഫ് സെൽസ് നമ്മുടെ ബോഡിയിൽ ഉള്ള. ആൻഡ് മറ്റൊരു കൈൻഡ് ഓഫ് സെൽസ് നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് സെൽസ് അല്ലേ. റീപ്രൊഡക്റ്റീവ് സെൽസ്. ഓക്കെ, ഈ മൈറ്റോസിസ് നടക്കുക ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽസിലാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുകയാണ്. മൈറ്റോസിസ് നടക്കുക ആനിമൽസിൽ മെജോറിറ്റി കേസിലും ഡിപ്ലോയിഡ് സെൽസിലാണ്. അത് സൊമാറ്റിക് സെൽസ് ആകാം അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് ആകാം. ബിക്കോസ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെൽസ് ഡിപ്ലോയിഡ് ആണ് കേട്ടോ. മൈറ്റോസിസ് ഡിപ്ലോയിഡ് സെൽസിലാണ് നടക്കുക. ഹാപ്ലോയിഡ് സെൽസിൽ നടക്കുന്ന കണ്ടീഷൻ നിങ്ങൾ കണ്ടായിരുന്നു എക്സെപ്ഷൻ ആയിട്ട് അല്ലേ. അപ്പോൾ മൈറ്റോസിസ് ഡിപ്ലോയിഡ് സെൽസിലാണ് നടക്കുക. അത് സൊമാറ്റിക് സെൽസിലും റീപ്രൊഡക്റ്റീവ് സെൽസിലും നടക്കും. നിങ്ങൾ അടുത്ത വർഷം സ്പെർമാറ്റോജെനസിസും ഊജെനസിസും ഒക്കെ പഠിക്കും. സ്പേം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓവം പ്രൊഡക്ഷൻ. അപ്പോൾ അതിനകത്ത് വരുന്ന മെയിൻ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് മയോസിസ് ആണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ കാണും ഈ റീപ്രൊഡക്റ്റീവ് സെൽസ് അവരുടെ നമ്പർ കൂട്ടുന്നത് മൈറ്റോസിസ് വഴിയാണെന്ന്. അപ്പോൾ മൈറ്റോസിസ് ഈസ് ജനറലി കൺഫൈൻഡ് ടു ഓൾ ഡിപ്ലോയിഡ് സെൽസ് എന്ന് നമുക്ക് പറയാം. സൊമാറ്റിക് സെൽസ് ആകാം അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് ആകാം. പക്ഷേ മയോസിസ് നടക്കുന്ന റീപ്രൊഡക്റ്റീവ് സെൽസിൽ മാത്രമാണ്. ഓക്കെ, സോ ദ സെൽ ഡിവിഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് സെൽസ് ഇൻ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ഇസ് നോൺ ആസ് മയോസിസ്. ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമീറ്റ്സ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് സെൽസ് ഡിപ്ലോയിഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. 2n നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. അതിൽ നിന്ന് ഹാപ്ലോയിഡ് സെല്ല് ഫോം ചെയ്യുന്നു അല്ലേ. അതെന്താണ്? ഗ്യാമേറ്റ് ആണ്. ഇതെന്താണ്? ഇത് റീപ്രൊഡക്റ്റീവ് സെല്ലാണ്. അപ്പോൾ 2n നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള സെല്ലിൽ നിന്ന് n നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള ഒരു സെല്ല് ഫോം ചെയ്യുന്നു. അതായത് ഡിപ്ലോയിഡ് സെല്ലിൽ നിന്ന് ഹാപ്ലോയിഡ് സെല്ല് ഫോം ചെയ്യുന്നു. റീപ്രൊഡക്റ്റീവ് സെൽസിൽ നിന്ന് ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നു അല്ലേ. ഇതിനാണ് നമ്മൾ മയോസിസ് എന്ന് പറയുക. അണ്ടർസ്റ്റുഡ്? ഇനി മയോസിസിനകത്ത് 2 മെയിൻ സ്റ്റേജസ് ഉണ്ട്. മയോസിസ് 1, മയോസിസ് 2. അപ്പോൾ 2 തവണ മയോസിസ് നടക്കുന്നല്ലേ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മയോസിസ് 1, മയോസിസ് 2. ഇനി ഏതൊരു കൈൻഡ് ഓഫ് സെൽ ഡിവിഷൻ ആണെങ്കിലും അതിന് ഫസ്റ്റ് നടക്കുക എന്താണ്? ന്യൂക്ലിയസിന്റെ ഡിവിഷൻ ആണ്. അത് നമുക്ക് കാരിയോകൈനസിസ് എന്ന് വിളിക്കാം. മയോസിസ് 1 നടക്കുന്ന
കാരിയോകൈനസിസിനെ നമുക്ക് നമ്പർ ഇട്ട് വിളിക്കാം. കാരിയോകൈനസിസ് 1 ആൻഡ് കാരിയോകൈനസിസിനെ ഫോളോ ചെയ്തിട്ട് സൈറ്റോകൈനസിസ് നടക്കും. ദാറ്റ് മീൻസ് സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ. സോ മയോസിസ് 1 വരുന്നുണ്ട്, അതിനെ നമുക്ക് സൈറ്റോകൈനസിസ് 1 എന്ന് വിളിക്കാം. സോ കാരിയോകൈനസിസ് 1 ആൻഡ് സൈറ്റോകൈനസിസ് 1 ഇത് രണ്ടും മയോസിസ് 1 വരുന്നത്. ആൻഡ് മയോസിസ് 2 വീണ്ടും ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കുന്നു, അതിനെ നമുക്ക് കാരിയോകൈനസിസ് 2 എന്ന് നമ്പർ ഇട്ട് വിളിക്കാം. അതിനുശേഷം സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ നടക്കുന്നു, അതിനെ നമുക്ക് സൈറ്റോകൈനസിസ് 2 എന്ന് നമ്പർ ഇട്ട് വിളിക്കാം. ബിക്കോസ് അത് മയോസിസ് 2 ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മയോസിസിനകത്ത് ടോട്ടൽ എത്ര തവണ സെല്ല് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 2 തവണ സെല്ല് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു തവണ സെല്ല് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു തവണ സെല്ല് ഡിവൈഡ് ചെയ്യുന്നു. ടോട്ടൽ 2 തവണ സെല്ല് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മൈറ്റോസിസിന്റെ കേസിൽ അങ്ങനെയല്ല, ഒറ്റ തവണ സെല്ല് ഡിവൈഡ് ചെയ്യുന്നു. സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു അല്ലേ? പക്ഷെ മയോസിസിനകത്ത് 2 തവണ സെല്ല് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 2 തവണ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കുന്നു, 2 തവണ സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ നടക്കുന്നു. പക്ഷേ ഒറ്റ ഒരു തവണ മാത്രമേ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഒറ്റ ഒരു തവണ മാത്രമേ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ് നമ്മൾ സെൽ സൈക്കിൾ പറയുക? സെൽ സൈക്കിൾ ഫസ്റ്റ് ഫേസ് G1 ഫേസ് അല്ലേ, അടുത്തത് S ഫേസ്, അടുത്തത് G2, അത് കഴിഞ്ഞിട്ട് സെൽ ഡിവിഷൻ ഫേസ് അല്ലെങ്കിൽ M ഫേസ് ആണ്. നമ്മൾ മയോസിസ് ആണ് ഇവിടെ പഠിക്കുന്നത്. അപ്പം ഞാനിവിടെ M1 എന്ന് കൊടുക്കുകയാണ്. M1 ഇത് M2 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മയോസിസ് 1, ഇത് മയോസിസ് 2 അല്ലേ? ആൻഡ് M1 കഴിയുമ്പോൾ ഇവിടെ സെല്ല് ഒരു തവണ ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ഒരു തവണ സെല്ല് ഡിവൈഡ് ചെയ്യുന്നു. M2 കഴിയുമ്പോഴത്തേക്കും ആ 2 ഡോട്ടർ സെൽസിൽ നിന്ന് വീണ്ടും 4 സെൽസ് ആണ് ടോട്ടൽ ഫോം ചെയ്യുന്നത് കേട്ടോ. 4 ഡോട്ടർ സെൽസ്, ഇവരിൽ നിന്ന് 4 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. അപ്പോൾ മയോസിസിൽ 2 തവണ സെല്ലിന്റെ ഡിവിഷൻ നടക്കുന്നു. അതുകൊണ്ട് അറ്റ് ദ എൻഡ് 4 ഡോട്ടർ സെൽസ് ആണ് ഫോം ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ ഒരു തവണ മാത്രമേ DNA റെപ്ലിക്കേഷൻ നടക്കുന്നു. DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് ഏതാണ്? S ഫേസ് ആണല്ലേ? S ഫേസ് അല്ലേ? ഇനി വേറെ ഏതെങ്കിലും S ഫേസ് ഇവിടെ ഉണ്ടോ? ഇല്ല. ഈ S ഫേസ് കഴിഞ്ഞിട്ട് സെല്ല് ഇവിടെ എത്തുന്നു, ഇവിടെ വരുന്നു, ഇവിടെ വന്നിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം എങ്ങോട്ട് കിടക്കുന്നു? മയോസിസ് 2 കിടക്കുന്നു. അവിടെ ചെന്നിട്ട് വീണ്ടും സെൽസിന്റെ ഡിവിഷൻ നടക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെയിൻ സ്റ്റേജ് നോക്കാം. മയോസിസ് 1 അല്ലേ? അതിൽ കാരിയോകൈനസിസ് 1 ഉണ്ട്, സൈറ്റോകൈനസിസ് 1 ഉണ്ട്. കാരിയോകൈനസിന് വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ട്, ലൈക്ക് പ്രൊഫേസ്, മെറ്റഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇതൊക്കെ മയോസിസ് 1 ഭാഗമായിട്ട്, അതിലെ കാരിയോകൈനസിസ് 1 ഭാഗമായിട്ട് വരുന്നുണ്ട്. നമ്പർ ഇട്ട് വിളിക്കാം. പ്രൊഫേസ് 1, മെറ്റഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. Now let us see the first phase of karyokinesis 1 of meiosis. ഏതാണത്? പ്രൊഫേസ് 1 അല്ലേ? പ്രൊഫേസ് 1 is longer and more complex when compared to prophase of mitosis. ഈ ഒരു സ്റ്റേജ് പ്രൊഫേസ് 1 ഇല്ലേ, അത് മൈറ്റോസിന്റെ പ്രൊഫേസിനേക്കാളും ലോങ്ങർ ആണ് ആൻഡ് കോംപ്ലെക്സ്ഡ് ആണ്. ബിക്കോസ് ഇത് നോക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിന് വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയക്കൈനസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റേജസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫേസ് 1 സബ് ഡിവിഷൻസ്, സബ് സ്റ്റേജസ് ഏതൊക്കെയാണ്? ലെപ്റ്റോട്ടിൻ സ്റ്റേജ്, സൈഗോട്ടിൻ സ്റ്റേജ്, പാക്കറ്റിൻ സ്റ്റേജ്, ഡിപ്ലോട്ടിൻ സ്റ്റേജ്, ഡയക്കൈനസിസ് സ്റ്റേജ്. ഇതൊക്കെ പഠിക്കുക. പഠിച്ചിട്ട് ഇത് ഓർഡറിൽ ഓർക്കുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? പഠിച്ചു വെക്കാൻ പറ്റും. ലെപ്റ്റോട്ടിൻ കഴിഞ്ഞിട്ട് ഏത് സ്റ്റേജ് ആണ്? സൈഗോട്ടിൻ ആണോ, പാക്കറ്റിൻ ആണോ, ഡിപ്ലോട്ടിൻ ആണെന്ന് കൺഫ്യൂഷൻ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ന്യൂമോണിക്സ് വെച്ചിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ യൂഷ്വലി എൻ്റെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ലിറ്റിൽ സീബ്ര പ്ലീസ് ഡാൻസ് ഡെയിലി. ഇതാകുമ്പോൾ മറന്നു പോകത്തില്ല. അപ്പോൾ ഓർഡറിൽ സ്റ്റേജസ് ഓർത്തിരിക്കാൻ പറ്റും. L ലെപ്റ്റോട്ടിൻ, Z സൈഗോട്ടിൻ, P പാക്കറ്റിൻ, ഫസ്റ്റ് ഡി ഡിപ്ലോട്ടിൻ, ലാസ്റ്റ് ഡി ഡയക്കൈനസിസ്. ഓക്കെ, അപ്പോൾ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയക്കൈനസിസ് തീർന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? ലെപ്റ്റോട്ടിൻ. ലെപ്റ്റോട്ടിനെ നമുക്ക് ലെപ്റ്റോനീമ എന്നും വിളിക്കാം. ലെപ്റ്റോനീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിൻ ത്രെഡ്സ് എന്നാണ് അർത്ഥം. തിൻ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ ക്രോമോസോംസ് തിൻ ത്രെഡഡ് സ്റ്റേജിൽ കാണപ്പെടുന്ന സ്റ്റേജ് ആണിത്. ഇലോങ്ങേറ്റഡ് സ്ലെൻഡർ ക്രോമോസോംസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലെപ്റ്റോനീമ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡയഗ്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്റ്റേജസിന്റെ ഡയഗ്രം ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്കും നോട്ട്ബുക്കിൽ വരച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റർഫേസിൽ നമ്മുടെ സെല്ലിനകത്തെ ക്രോമോസോംസ് ആയിട്ടല്ല കാണപ്പെടുന്നത് അല്ലേ? പിന്നെ എങ്ങനെ കാണപ്പെടുന്നത്? ക്രോമാറ്റിൻ ത്രെഡ്സ് ആയിട്ട് ന്യൂഡിൽസ് കിടക്കുന്നുള്ളത്. ഇത് ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് ഇന്റർഫേസിൽ. ഈവൻ ദോ DNA റെപ്ലിക്കേറ്റഡ്, DNA ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എസ് ഫേസിലേക്ക് വന്നപ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്തു, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഫോം ചെയ്തു. പക്ഷെ ഇതൊന്നും ഇവിടെ ക്ലിയർ അല്ല, ഇന്റർഫേസ് സ്റ്റേജിൽ ക്ലിയർ അല്ല. എപ്പോഴാണ് ഇവർ നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഒക്കെ ഉള്ള ഒരു ക്രോമോസോം എന്ന സ്റ്റേജിലേക്ക് കാണാൻ തുടങ്ങുന്നത്? സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ? അല്ലെങ്കിൽ സെൽ ഡിവിഷൻ സ്റ്റേജസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ ലെപ്റ്റോനീമ സ്റ്റേജിൽ പ്രൊഫേസ് 1 ലെപ്റ്റോനീമ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും ക്രോമോസോംസിന്റെ കണ്ടൻസേഷൻ നടക്കുന്നുണ്ട്, കോമ്പാക്റ്റഡ് ആകാൻ തുടങ്ങുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊരു ത്രെഡ് ലൈക്ക് ഫാഷനിലാണ് കിടക്കുക അല്ലെ. സ്ലെൻഡർ ക്രോമോസോംസ്, തിൻ ത്രെഡ്സ് ആയിട്ടാണ് ക്രോമോസോംസ് കിടക്കുക. കണ്ടോ, ഇതാണ് ലെപ്റ്റോട്ടീൻ സ്റ്റേജിന്റെ ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. ആ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ന്യൂഡിൽസിൽ നിന്നൊരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ക്രോമോസോംസ് ആർ സ്ലെൻഡർ, തിൻ ത്രെഡ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ക്രോമോസോംസ് ബിക്കം ഗ്രാജുവലി വിസിബിൾ അണ്ടർ ദ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ദ കോമ്പാക്ഷൻ ഓഫ് ക്രോമോസോംസ് കണ്ടിന്യൂ, മീൻസ് ദ കണ്ടൻസേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയോലസ് എൻലാർജസ് ഇൻ സൈസ്. കണ്ടോ, ഇവിടെ ന്യൂക്ലിയസും ന്യൂക്ലിയോലസും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. ന്യൂക്ലിയസും ന്യൂക്ലിയോലസും ഒക്കെ ഒന്ന് എൻലാർജ് ചെയ്യും. ഇനി ഇവിടെ എത്ര ക്രോമോസോംസ് കൊടുത്തിട്ടുണ്ട്? ഞാൻ പറയും എത്ര ക്രോമോസോംസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മെറ്റേണൽ പാർട്ടും ഒരു പെറ്റേണൽ പാർട്ടും. ഫസ്റ്റ് ഒരു ക്രോമോസോം പെയറാണ്, അതിന്റെ മെറ്റേണൽ പാർട്ടും ആണെന്ന് വിചാരിക്കുക. ഇത് അടുത്തത് അതിന്റെ മെറ്റേണൽ പാർട്ടും പെറ്റേണൽ പാർട്ടും. അപ്പോൾ 4 ക്രോമോസോംസ് ഞാൻ ഈ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാഫ് ഫ്രം ദ മദേഴ്സ് സൈഡ് ആൻഡ് റിമൈനിങ് ഹാഫ് ഫ്രം ദ ഫാദേഴ്സ് സൈഡ്. അണ്ടർസ്റ്റുഡ്? ഈ റെഡ് കളറിൽ കൊടുത്തേക്കുന്ന 2 എണ്ണം ഒരു ക്രോമോസോം പെയർ അല്ലേ. അതൊന്ന് മെറ്റേണൽ പാർട്ട്, അടുത്തത് പെറ്റേണൽ പാർട്ട്. ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് മെറ്റേണൽ ഒന്ന് പെറ്റേണൽ. അപ്പൊ ഇതിലെ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര ക്ലിയർ ആക്കി ഞാൻ വരച്ചിട്ടില്ല ഇതിനകത്ത് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും DNA റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഫോം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അത് അത്ര ക്ലിയർ അല്ല ഈ ലെപ്റ്റോട്ടിൻ സ്റ്റേജിൽ. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. അടുത്ത സ്റ്റേജ് എന്താണ്? സൈഗോട്ടിൻ ഓർ സൈഗോനീമ. സൈഗോനീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയർഡ് ത്രെഡ്സ് എന്നാണ് മീനിങ്. ത്രെഡ് പോലെ കാണപ്പെട്ട ക്രോമോസോംസ് ഇല്ലേ, അവർ തമ്മിൽ പെയറിങ് നടക്കുന്നു. പെയറിങ് നടക്കുന്നത് ഏത് കൈൻഡ് ഓഫ് ക്രോമോസോംസ് തമ്മിലാണ് അറിയാവോ? ത്രെഡഡ് ക്രോമോസോംസ് ആണ്. ഏത് കൈൻഡ് ഓഫ് ക്രോമോസോംസ് ആണ്? ഹോമോലോഗസ് ക്രോമോസോംസ് ആണ് കേട്ടോ. ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിലാണ് പെയറിങ് നടക്കുക. ആൻഡ് ഈ പ്രോസസ്സിന് നമ്മൾ സിനാപ്സിസ് എന്ന് വിളിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാനിപ്പോൾ പറയുന്നത്, സിനാപ്സിസ്. വാട്ട് ഈസ് സിനാപ്സിസ്? പെയറിങ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. അപ്പോൾ എന്താണ് ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് പോയി കാണുക. ഞാൻ ഇതിന് ഫെർദർ എക്സ്പ്ലനേഷൻ ഇവിടെ തരില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്താണ് ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് പറഞ്ഞാൽ ക്രോമോസോം പെയർ ആണ് വിത്ത് മെറ്റേണൽ പാർട്ട് ആൻഡ് പെറ്റേണൽ പാർട്ട് അല്ലേ. മെറ്റേണൽ പാർട്ടും ഒരു പെറ്റേണൽ പാർട്ടും ഉള്ള ക്രോമോസോം പെയർ ആണ്. അപ്പോൾ ഇതിൽ 2 ക്രോമോസോംസിൻ്റെ അല്ലെങ്കിൽ ക്രോമാറ്റിഡ്സിൻ്റെ ലെങ്ത് സെയിം ആയിരിക്കും. ജീൻ്റെ ലൊക്കേഷൻ, ജീൻ്റെ പൊസിഷൻ സെയിം ആയിരിക്കും. അതായത് ഒരേ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ജീൻസ് ആയിരിക്കും സെയിം ലോക്കസിൽ 2 ക്രോമോസോംസിലും വരിക. ബട്ട് ദേ മേ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് അല്ലീൽസ് ഓഫ് ദ സെയിം ജീൻ. സെയിം ജീൻ്റെ ഡിഫറെൻറ്റ് അല്ലീൽസ് വരാം. ഞാൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പല എക്സാമ്പിൾസ് വെച്ചിട്ട്. അപ്പോൾ ഇത് മെറ്റേണൽ പാർട്ട്, ഇത് പെറ്റേണൽ പാർട്ട് അല്ലേ. ഒന്ന് മദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്, ഒന്ന് ഫാദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ 2ൻ്റെ ലെങ്ത് സെയിം ആയിരിക്കും. സെയിം ജീൻ ലൊക്കേഷൻ, ജീൻ്റെ പൊസിഷൻ സെയിം ആയിരിക്കും. ബട്ട് ദേ മേ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് അല്ലീൽസ്. സോ ഹോമോലോഗസ് ക്രോമോസോംസിൻ്റെ 2 ക്രോമോസോംസും അല്ലെങ്കിൽ 2 ക്രോമാറ്റിഡ്സും എക്സാക്ട്ലി ഐഡന്റിക്കൽ ആണോ? അല്ല. അവർ ഐഡന്റിക്കൽ ആകുന്ന ഏത് കേസിലാണ്? ലെങ്ത്തിന്റെ കേസിലും ജീൻ്റെ ലൊക്കേഷന്റെ കേസിലും. അതായത് സെയിം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ആണ് സെയിം ലോക്കസിൽ വരുന്നത്. ബട്ട് ദേ മേ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് അല്ലീൽസ്, ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ദ ജീൻ അല്ലേ. ജീൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ആ കേസിൽ അവർ എക്സാക്ട്ലി ഐഡന്റിക്കൽ അല്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ക്രോമോസോംസിനെ, അങ്ങനെ ക്രോമോസോം പേഴ്സിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് പറയുക. നമ്മൾ പഠിച്ചതാണ് കേട്ടോ, നല്ലപോലെ പഠിച്ചതാണ്. ഇനി ഈ ക്രോമോസോംസ് എസ് ഫേസിൽ വന്നപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തായിരുന്നു അല്ലേ. അതായത് മെറ്റേണൽ പാർട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, പാറ്റേണൽ പാർട്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇതാ ഇങ്ങനെ, ഇത് മെറ്റേണൽ പാർട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്. അടുത്തത് വേറൊരു കളറിൽ കൊടുക്കാം. പാറ്റേണൽ പാർട്ട് ഞാൻ വീണ്ടും അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. അപ്പോൾ പാറ്റേണൽ പാർട്ടും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. എപ്പോഴാണ് എസ് ഫേസിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പം ഈ ഡയഗ്രത്തിലേക്ക് നോക്കുക. ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്, ലൈറ്റ് റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് മെറ്റേണൽ പാർട്ടായിരുന്നു. ഡാർക്ക് റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് പെറ്റേണൽ പാർട്ടായിരുന്നു. അപ്പം മെറ്റേണൽ പാർട്ടിലുള്ള DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തപ്പോൾ ഒരു ക്രൊമാറ്റിഡ് ആഡ് ചെയ്തല്ലേ. അങ്ങനെ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് നിങ്ങൾക്ക് ഈ മെറ്റേണൽ ക്രോമോസോമിൻ്റെ കൂടെ കാണാൻ പറ്റും. അതുപോലെ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് നിങ്ങൾക്ക് പെറ്റേണൽ ക്രോമോസോമിൻ്റെ കൂടെയും കാണാൻ പറ്റും അല്ലേ. എങ്ങനല്ലേ? ഇത് മെറ്റേണൽ ക്രോമോസോം, ഇത് പെറ്റേണൽ ക്രോമോസോം. ഇത് രണ്ടും എന്താണ്? സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് മെറ്റേണൽ ക്രോമോസോം അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചോണം ഇതൊക്കെ.
ആൻഡ് ഇവർ രണ്ടുപേരും ഐഡന്റിക്കൽ ആണ്. ദീസ് ആർ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് പാറ്റേണൽ ക്രോമോസോം കേട്ടോ. ഇപ്പൊ രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലേ, മെറ്റേണൽ ക്രോമോസോമിൽ രണ്ട് ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, പെറ്റേണൽ ക്രോമോസോമിൽ രണ്ട് ഐഡന്റിക്കൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഇങ്ങനെയുള്ള ഹോമോലോഗസ് പെയർസ് തമ്മിൽ പെയറിംഗ് നടക്കുന്നു. ഹോമോലോഗസ് ക്രോമോസോംസ്, ദാറ്റ് മീൻസ് മെറ്റേണൽ പാർട്ടും പെറ്റേണൽ പാർട്ടും അല്ലേ, അവർ തമ്മിൽ പെയറിംഗ് നടക്കുന്നു. അപ്പൊ ഇവിടെ കാണാൻ പറ്റും മെറ്റേണൽ ക്രോമോസോമും പെറ്റേണൽ ക്രോമോസോമും തമ്മിൽ പെയറിംഗ് നടക്കുന്നു. കണ്ടോ, ഈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് പെയറിംഗ് ആണ്. ഇത് ശരിക്കും ഒരു പ്രോട്ടീനീഷ്യസ് സ്ട്രക്ചർ ആണ്. ഇതിനെ നമ്മൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയും. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. സോ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്, സിംപ്ലി പെയറിംഗ് ഓഫ് മെറ്റേണൽ ആൻഡ് paternal chromosomes. A pairing process ആണ് നമ്മൾ synapses എന്ന് വിളിക്കുക. Okay. Now, the pairs of homologous chromosomes are known as bivalents or tetrads. ഈ ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ പെയറിംഗ് നടത്തി കഴിഞ്ഞാൽ അവരെ നമ്മൾ പിന്നെ എന്തെന്നാ വിളിക്കുക? ബൈവാലൻസ് എന്ന് വിളിക്കും. ബൈവാലൻസ് എന്ന് പറഞ്ഞാൽ രണ്ട്. ബൈവാലൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ക്രോമോസോംസ് അല്ലേ, ഒരു മെറ്റേണൽ ക്രോമോസോമും പെറ്റേണൽ ക്രോമോസോമും, രണ്ട് ക്രോമോസോംസ് അല്ലേ. ഓക്കെ. ആൻഡ് അല്ലെങ്കിൽ ടെട്രാഡ്സ് എന്നും പറയും. ടെട്രാഡ്സ് എന്ന് പറഞ്ഞാൽ 4 ക്രോമാറ്റിഡ്സ്, 1 2 3 4. അപ്പോൾ സൈഗോട്ടിൻ സ്റ്റേജിൽ എന്താണ് നടക്കുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ. എന്താണത്? സിനാപ്സിസ്. എന്താണ് സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. ഇവിടെ ക്രോമോസോംസ് തമ്മിൽ പെയറിംഗ് നടക്കുന്നു. എങ്ങനെയുള്ള ക്രോമോസോംസ് തമ്മിലാണ്? ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ അല്ലേ. ആൻഡ് ഈ പെയറിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? ബൈ ദ ഫോർമേഷൻ ഓഫ് എ പ്രോട്ടീൻ ലൈക്ക് സ്ട്രക്ചർ ഇൻ ബിറ്റ്വീൻ ദ ഹോമോലോഗസ് ക്രോമോസോംസ്. ആ പ്രോട്ടീൻ ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയും അല്ലേ. അങ്ങനെ ക്രോമോസോംസ് തമ്മിൽ പെയറിംഗ് നടത്തി കഴിഞ്ഞാൽ അവരെ നമ്മൾ ബൈവാലൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ടെട്രാഡ്സ് എന്ന് വിളിക്കും. ഇവിടെ ഹോമോലോഗസ് ക്രോമോസോം എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ. ഇവിടെ സൈഗോട്ടിൻ സ്റ്റേജിന്റെ ഒരു ക്ലിയർ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് മെറ്റേണൽ ക്രോമോസോം ആണെന്ന് വിചാരിക്കുക അല്ലേ. ഇത് ഡ്യൂപ്ലിക്കേറ്റഡ് DNA. മെറ്റേണൽ ക്രോമോസോം ഈ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള പെറ്റേണൽ ക്രോമോസോമാണ്. അപ്പം മെറ്റേണൽ പാർട്ടും അല്ലേ, മെറ്റേണൽ ക്രോമോസോമും പെറ്റേണൽ ക്രോമോസോമും തമ്മിൽ പെയറിംഗ് നടത്തി. ഇതാണ് ഹോമോലോഗസ് പെയർ എന്ന് പറയുന്നത് കേട്ടോ. ഇവർ തമ്മിൽ പെയറിംഗ് നടത്തി ബൈ ദ ഫോർമേഷൻ ഓഫ് എ പ്രോട്ടീൻ ലൈക്ക് സ്ട്രക്ചർ ഇൻ ബിറ്റ്വീൻ. ഈ ഒരു ബ്രഷ് അപ്പിയറൻസിൽ കൊടുത്തേക്കുന്ന വൈറ്റ് കളറിൽ കൊടുത്തേക്കുന്നത് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ആണ്. ഈ ക്രോമോസോമിലേക്ക് നോക്കിക്കഴിയുമ്പോൾ റെഡ് ക്രോമോസോം, അത് മെറ്റേണൽ ആയിക്കോട്ടെ പെറ്റേണൽ ആയിക്കോട്ടെ, അതിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ജോയിൻ ചെയ്യുന്ന റീജിയനിൽ സെൻട്രോമിയർ ഉണ്ടായിരിക്കും. സെൻട്രോമിയറിന്റെ സർഫേസിൽ രണ്ട് സൈഡിലും പ്രോട്ടീനീഷ്യസ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ കൈനറ്റോകോർ എന്ന് വിളിക്കും. കണ്ടോ, 2 കൈനറ്റോകോർസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അതിനെ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലേ. ഇവിടെ നമ്മൾ സെൻട്രോമിയർ എന്ന് പറയും. അതിന് ഇരുവശത്തുമായിട്ട്, അതിന്റെ സർഫേസിൽ ഇരുവശത്തുമായിട്ടും കേട്ടോ, 2 സൈഡിലായിട്ട് 2 പ്രോട്ടീനീഷ്യസ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ കൈനറ്റോകോർസ് എന്ന് വിളിക്കുക. അടുത്ത സ്റ്റേജ് പാക്കിറ്റീൻ ഓർ പാക്കിനീമ. പാക്കിനീമ മീൻസ് തിക് ത്രെഡ്സ്. ക്രോമോസോംസ് മോർ കണ്ടൻസ്ഡ് ആവുന്ന സ്റ്റേജ് ആണിത്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റേജ് ഓഫ് ലോങ് ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ കൂടിയ സ്റ്റേജ് ആണ് കേട്ടോ. പ്രൊഫേസ് 1 ഡ്യൂറേഷൻ കൂടിയ സ്റ്റേജ് പാക്കിറ്റീൻ. ആൻഡ് ഇവിടെ ഒരു ഫിനോമിനൻ നടക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ക്രോസിംഗ് ഓവർ. ഇതിന് മുന്നത്തെ സ്റ്റേജ് ഏതായിരുന്നു? സൈഗോട്ടിൻ സ്റ്റേജ് അല്ലേ. സൈഗോട്ടിൻ സ്റ്റേജിൽ എന്താണ് നടന്നത്? സിനാപ്സിസ് നടന്നു. ക്രോമോസോംസ് തമ്മിൽ പെയറിംഗ് നടത്തി. ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ പെയറിംഗ് നടത്തി. പെയറിംഗ് നടത്തുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് ആ കാര്യം? അവർക്ക് തമ്മിൽ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യണം. അതായത് ആ ക്രോമോസോംസ് തമ്മിൽ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യണം. അതിനാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കുക. ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് അല്ലേ. പാക്കറ്റിൻ സ്റ്റേജിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നു. ക്രോസിംഗ് ഓവർ മീൻസ് ദ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഇൻ ബിറ്റ്വീൻ ദ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ ക്രോസിംഗ് ഓവറിന്റെ ഡെഫിനിഷൻ. എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ, എക്സ്ചേഞ്ച് ഓഫ് ജീൻസ് ഇൻ ബിറ്റ്വീൻ ദ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. ഇവിടെ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബ്ലൂ ക്രോമോസോം മെറ്റേണൽ ക്രോമോസോം ആണെന്ന് വിചാരിക്കുക, റെഡ് ക്രോമോസോം പാറ്റേണൽ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തിരിച്ചും വിചാരിക്കുക. ഇത് പാറ്റേണൽ, ഇത് മെറ്റേണൽ, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ ഹോമോലോഗസ് പെയർസ് ആണ്. എനിവേസ് ഇവർ ഹോമോലോഗസ് പെയർസ് ആണ് അല്ലേ. ഇവർ തമ്മിൽ പെയറിംഗ് നടത്തി, സിനാപ്സിസ് നടന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ബ്ലൂ ക്രോമോസോമിൽ നിന്ന് കുറച്ച് ജീൻസ് റെഡിലേക്ക് പോകും, റെഡ് ക്രോമോസോമിൽ നിന്ന് കുറച്ച് ജീൻസ് ബ്ലൂയിലേക്ക് പോകും. അതാണ് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ. Exchange of genetic information in between the non-sister chromatids of homologous chromosomes.
ഇതിൽ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആരാണ്? സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഐഡന്റിക്കൽ ക്രൊമാറ്റിഡ്സിനാണ്. ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. ആൻഡ് ഈ റെഡ് ക്രോമോസോമിന്റെ ഈ 2 ക്രൊമാറ്റിഡ്സും സിസ്റ്റേഴ്സ് ആണ്. ഇനി നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആരാണ്? ഇവർ രണ്ടുപേരും, ഒരു ബ്ലൂ ഒരു റെഡും അല്ലേ, ഇവർ നോൺ സിസ്റ്റേഴ്സ്. ഇവർ സിസ്റ്റേഴ്സ് അല്ല, ഇവർ രണ്ടുപേരും അല്ലേ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. അപ്പോൾ എങ്ങനെയുള്ള ക്രൊമാറ്റിഡ്സുകൾ തമ്മിലാണ് ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യുക? നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് ജീൻസ് റെഡിലേക്ക് പോയി ആൻഡ് റെഡിൽ നിന്ന് ജീൻസ് ഇങ്ങോട്ട് മേടിച്ചു. കണ്ടോ, ആ കളർ വേരിയേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ക്രോസിംഗ് ഓവർ നടന്നു കഴിഞ്ഞിട്ടുള്ള ഡയഗ്രമാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ബ്ലൂ ക്രോമോസോമിന്റെ ഈ ഒരു ക്രൊമാറ്റിഡിന്റെ താഴത്തെ പോർഷനിൽ ഇത്രയും ജീൻസ് എങ്ങോട്ട് കൊടുത്തു? റെഡ് ക്രോമോസോമിലേക്ക് കൊടുത്തു അല്ലേ. ആൻഡ് റെഡ് ക്രോമോസോമിൽ അവിടെ ഉണ്ടായിരുന്ന അത്രയും ജീൻസ് ബ്ലൂയിലേക്കും വന്നു. അപ്പോൾ കളർ വേരിയേഷനിൽ അത് കൊടുത്തിട്ടുണ്ട് ക്രോസിംഗ് ഓവർ നടന്നിട്ടുള്ളതായിട്ട്. മനസ്സിലായോ? ഓക്കെ. സോ വാട്ട് ഈസ് ക്രോസിംഗ് ഓവർ? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഇൻ ബിറ്റ്വീൻ ദ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ് അല്ലേ. ദാറ്റ് മീൻസ് മെറ്റേണൽ ക്രോമോസോമിൽ നിന്ന് കുറച്ച് ജീൻസ് പെറ്റേണൽ ക്രോമോസോമിലോട്ട് പോയി, പെറ്റേണൽ ക്രോമോസോമിൽ നിന്ന് കുറച്ച് ജീൻസ് മെറ്റേണൽ ക്രോമോസോമിലേക്ക് വന്നു അല്ലേ. ജീൻസ് മെറ്റേണൽ ക്രോമോസോമും പെറ്റേണൽ ക്രോമോസോമും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. അത്രേ ഉള്ളൂ. ആൻഡ് ക്രോസിംഗ് ഓവർ ഇസ് മീഡിയേറ്റഡ് ബൈ ദ എൻസൈം റീകോംബിനേസ്. ക്രോസിംഗ് ഓവർ നടക്കാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം ആവശ്യമുണ്ട്, ദാറ്റ് ഈസ് റീകോംബിനേസ്. അപ്പിയറൻസ് ഓഫ് റീകോംബിനേഷൻ നൊഡ്യൂൾസ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ക്രോമോസോംസിൽ റീകോംബിനേഷൻ നൊഡ്യൂൾസ് കാണാൻ പറ്റും. എന്താണ് നൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ? എവിടെയാണോ ക്രോസിംഗ് ഓവർ നടക്കാൻ പോകുന്നത് ആ ഒരു സൈറ്റ്, ആ ഒരു റീജിയൻ, അവിടെ ഒരു ബൾജിങ് അല്ലേ, അതാണ് നൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. സോ റീകോംബിനേഷൻ നൊഡ്യൂൾ, ദ സൈറ്റ് അറ്റ് വിച്ച് ക്രോസിംഗ് ഓവർ ടേക്ക് പ്ലേസ്. എവിടെയാണോ ക്രോസിംഗ് ഓവർ നടക്കുന്നത് അവിടെ ഒരു നൊഡ്യൂൾ ലൈക്ക് അപ്പിയറൻസ്, ദാറ്റ് ഈസ് റീകോംബിനേഷൻ നൊഡ്യൂൾ കേട്ടോ. ക്രോസിംഗ് ഓവർ ലീഡ്സ് ടു റീകോംബിനേഷൻ. റീകോംബിനേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ കോമ്പിനേഷൻ. ഇതില്ലേ ന്യൂ കോമ്പിനേഷൻ, റെഡ് ബ്ലൂ ന്യൂ കോമ്പിനേഷൻ അല്ലേ. ആൻഡ് റീകോംബിനേഷൻ ലീഡ്സ് ടു വേരിയേഷൻ. ഓർഗാനിസംസിൽ വേരിയേഷൻ ഉണ്ടാകാനുള്ളൊരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണ് ഈ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിൽ വേരിയേഷൻ ഉണ്ടാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മൈസസിനകത്ത് നടക്കുന്ന ക്രോസിംഗ് ഓവർ. So crossing over leads to recombination, recombination leads to variation, and variation leads to evolution. അല്ലേ, അത് നമുക്കറിയാവുന്ന കാര്യം. നമ്മുടെ ജനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ പാക്കറ്റിംഗ് സ്റ്റേജിൽ എന്താണ് നടക്കുന്നത്? പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കുന്നത്. എന്താണത്? ക്രോസിംഗ് ഓവർ. എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഇൻ ബിറ്റ്വീൻ ദ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. അതിന് വേണ്ടിയിട്ട് ഒരു എൻസൈം ആവശ്യമാണ്, ദാറ്റ് ഈസ് റീകോംബിനേസ്. ഇനി ക്രോസിംഗ് ഓവർ നടക്കുന്ന സൈറ്റിൽ റീകോംബിനേഷൻ നൊഡ്യൂൾസ് ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലേ. ക്രോസിംഗ് ഓവർ ലീഡ്സ് ടു റീകോംബിനേഷൻ, റീകോംബിനേഷൻ ലീഡ്സ് ടു വേരിയേഷൻ, വേരിയേഷൻ ലീഡ്സ് ടു ഇവല്യൂഷൻ. അപ്പോൾ ഞാൻ ആ ക്രോസിംഗ് ഓവർ കാണിക്കുന്ന ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് മെറ്റേണൽ ക്രോമോസോം ആണെന്ന് വിചാരിക്കാൻ ഞാൻ പറഞ്ഞു, ഇത് പെറ്റേണൽ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു റീജിയനിൽ വെച്ചിട്ട് ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ആൻഡ് ഈ ബ്ലൂ ക്രോമോസോം ഒന്ന് ലൈറ്റ് ബ്ലൂവിലും ഒന്ന് ഡാർക്ക് ബ്ലൂവിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്, മെറ്റേണലും പെറ്റേണലും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റീജിയനിൽ വെച്ചിട്ട് അവർ തമ്മിൽ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അത് കാണിക്കുന്ന ഒരു ഡയഗ്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളും അങ്ങനെ വരച്ചു പഠിക്കുക. As you can see in the diagram, this is a homologous pair of chromosomes in the G1 phase of cell cycle. എന്താണ് ഹോമോലോഗസ് പെയർ എന്ന് പറഞ്ഞാൽ? എ പെയർ ഓഫ് ക്രോമോസോംസ് ആണ് അല്ലെ. അതിൽ 2 ക്രോമോസോംസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ക്രോമാറ്റിഡ്സ് ഉണ്ട്. ഇൻ വിച്ച് വൺ ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം മദർ സൈഡ് ആൻഡ് ദ അതർ ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ഫാദർ സൈഡ്. മദറിന്റെ സൈഡിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്രോമോസോമിനെ നമ്മൾ മെറ്റേണൽ ക്രോമോസോം എന്ന് പറയും. ഫാദറിന്റെ സൈഡിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറ്റേണൽ ക്രോമോസോം എന്ന് പറയും. ഓക്കെ. ഇനി 2 ക്രോമോസോംസിനെയും സൂക്ഷിച്ച് നോക്കുക, രണ്ടും ഒരേപോലെ ഇരിക്കുന്നു അല്ലേ. രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്. ഈ 2 ക്രോമോസോമിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. ആൻഡ് ജീൻസിന്റെ ലൊക്കേഷനും സെയിം ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. ഇപ്പോൾ ഈ ഒരു ലോക്കസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഇനി ഞാൻ പറയില്ല. ഈ ഒരു ലോക്കസ് ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഈ മെറ്റേണൽ ക്രോമോസോമിൽ, പെറ്റേണൽ ക്രോമോസോമിന്റെ സെയിം ലോക്കസിൽ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീൻ തന്നെയായിരിക്കും വന്നിരിക്കുക. അതുപോലെ തൊട്ട് താഴെ ഉള്ളൊരു ലോക്കസ് അവിടെ ഐ കളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പറ്റേണൽ ക്രോമോസോമിന്റെ സെയിം ലോക്കസിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? ഐ കളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഓരോ ക്യാരക്ടറിനും വേണ്ടിയിട്ട്, അതായത് ജീൻസിന്റെ ലൊക്കേഷൻ സെയിം ആയിരിക്കും മറ്റേണൽ ക്രോമോസോമിലും പെറ്റേണൽ ക്രോമോസോമിലും. പക്ഷേ ദേ മേ കണ്ടെയ്ൻ ഡിഫറെന്റ് അല്ലീൽസ്. നമ്മൾ പറഞ്ഞായിരുന്നു ജീനിന് ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്, ഡിഫറെന്റ് അല്ലീൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ അല്ലീൽസ് സെയിം ആയിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നതൊക്കെ
ഇവിടെ ക്യാപിറ്റൽ ടി ആണ് വരുന്നെങ്കിൽ മെറ്റേണൽ ക്രോമോസോമിൽ, ഈ ഒരു ലോക്കസിൽ ക്യാപിറ്റൽ ടി ആണ് വരുന്നെങ്കിൽ മെറ്റേണൽ ക്രോമോസോമിന്റെ സെയിം ലോക്കസിൽ ക്യാപിറ്റൽ ടി പറഞ്ഞത് യാതൊരു നിർബന്ധമില്ല, സ്മോൾ ടി വരാം. പക്ഷെ രണ്ടുപേരും ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ്റെ 2 അല്ലീൽസ് ആണ്. ഹൈറ്റിന് വേണ്ടിയിട്ടുള്ള അല്ലീൽസ് ആണ് ഇവരല്ലേ. ഒന്ന് ടോളിന് വേണ്ടിയിട്ട്, മറ്റത് ഡ്വാർഫിന് വേണ്ടിയിട്ട് എന്ന് മാത്രം. മനസ്സിലായി? അതുപോലെ തന്നെ ഐ കളറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ക്യാപിറ്റൽ ബി മെറ്റേണൽ ക്രോമോസോമിന്റെ ഈ ഒരു ലോക്കസിൽ ക്യാപിറ്റൽ ബി ആണ് വന്നിരിക്കുന്നതെങ്കിൽ പറ്റേണൽ ക്രോമോസോമിന്റെ സെയിം ലോക്കസിൽ ക്യാപിറ്റൽ ബി പറഞ്ഞെന്ന് യാതൊരു നിർബന്ധമില്ല, അവിടെ സ്മോൾ ബി വരാം. പക്ഷെ രണ്ടുപേരും ഐ കളറിന് വേണ്ടിയിട്ടുള്ള അല്ലീൽസ് ആണ്. ഒന്ന് ബ്രൗണിന് വേണ്ടിയിട്ട്, മറ്റത് ബ്ലാക്കിന് വേണ്ടിയിട്ട്. ഞാൻ വെറുതെ എക്സാമ്പിൾസ് പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ക്രോമോസോം പേയേഴ്സ് ആണ് ഹോമോലോഗസ് ക്രോമോസോംസ്. ഒരേപോലെയുള്ള ക്രോമോസോംസ് എന്ന് കൊച്ചു ക്ലാസ്സിലെ ടീച്ചേഴ്സ് പിള്ളേരോട് പറഞ്ഞു കൊടുക്കും. ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്രോമോസോം പേയേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് അവർ ഐഡന്റിക്കൽ ആകുന്നത്? അവരുടെ ലെങ്ത് സെയിം ആണ്, സെയിം ജീൻ ലൊക്കേഷൻ ആണ്, ബട്ട് ഡിഫറെന്റ് അല്ലീൽസ് അല്ലേ. അല്ലീൽസ് ഡിഫറെന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 ക്രോമോസോംസും എക്സാക്ട്ലി ഐഡന്റിക്കൽ ആണോ? അല്ല. അല്ലീൽസിന്റെ കേസിൽ അവർ ഡിഫറെന്റ് ആണ് അല്ലേ. അല്ലീൽസ് ഡിഫറെന്റ് ആയിട്ട് വരാം. ഓക്കെ. ഇനി എസ് ഫേസിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? എസ് ഫേസിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യും അല്ലേ. മെറ്റേണൽ ക്രോമോസോമിലും പാറ്റേണൽ ക്രോമോസോമിലുമുള്ള DNA റെപ്ലിക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ മെറ്റേണൽ ക്രോമോസോമിലുള്ള DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് മെറ്റേണൽ ക്രോമോസോമിലുള്ള DNAയുടെ ഒരു കോപ്പി എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. So it is added in the form of a new chromatid like this. So what are the genes, alleles present on the maternal DNA? അതിൻ്റെ സെയിം കോപ്പി അത് തന്നെ അല്ലേ നമുക്ക് ആഡ് ചെയ്യപ്പെട്ട ക്രൊമാറ്റിഡ്സിലും കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഡിയുടെ ഒരു കോപ്പി ഇവിടെ കാണാൻ പറ്റുന്നത്, ക്യാപിറ്റൽ ബിയുടെ ഒരു കോപ്പി ഇവിടെ കാണാൻ പറ്റുന്നത്. മെറ്റേണൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അത് അതിൻ്റെ ഒരു കോപ്പി എടുത്തു ലൈക്ക് ദിസ്. ഇനി പെറ്റേണൽ DNAയുടെ കോപ്പി എടുത്തു, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, ആൻഡ് ഇറ്റ് ഈസ് ആഡഡ് ഇൻ ദ ഫോം ഓഫ് എ ന്യൂ ക്രൊമാറ്റിഡ്. അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ അല്ലീൽസിന്റെ കോപ്പി ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് എസ് ഫേസിൽ നമ്മുടെ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമോസോംസ് ഇരിക്കുക കേട്ടോ. മെറ്റേണൽ ക്രോമോസോമിൽ 2 ഐഡന്റിക്കൽ ക്രൊമാറ്റിഡ്സ്, അതുപോലെ പെറ്റേണൽ ക്രോമോസോമിൽ 2 ഐഡന്റിക്കൽ ക്രൊമാറ്റിഡ്സ്. അപ്പോൾ ഈ 2 ക്രൊമാറ്റിഡ്സും എക്സാക്ട്ലി ഐഡന്റിക്കൽ ആണ്. അതുകൊണ്ട് നമ്മൾ അവരെ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കും, സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് വിളിക്കും. മെറ്റേണൽ ക്രോമോസോമിൽ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്, പാറ്റേണൽ ക്രോമോസോമിൽ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഇത് എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക? എസ് ഫേസിൽ. G1 ഫേസിൽ എങ്ങനെയാണ് ഇരിക്കുക? G1 ഫേസിൽ ഒരു മെറ്റേണൽ ക്രോമോസോമും ഒരു പാറ്റേണൽ ക്രോമോസോമും അല്ല, ഒരു ഹോമോലോഗസ് പെയർ അല്ലേ. ഇവിടെ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. എസ് ഫേസിലേക്ക് വരുമ്പോഴാണ് DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഹോമോലോഗസ് ക്രോമോസോംസ് അല്ലെങ്കിൽ ഹോമോലോഗസ് പെയർസ് മയോസിസിലെ സൈഗോട്ടിൻ സ്റ്റേജിൽ പെയറിങ് നടത്തും. നിങ്ങൾ പഠിച്ചു, അതിനെ നമ്മൾ സിനാപ്സിസ് എന്ന് വിളിക്കും, പെയറിങ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. അപ്പോൾ ആക്ച്വലി മെറ്റേണൽ ക്രോമോസോമിന്റെയും പാറ്റേണൽ ക്രോമോസോമിന്റെയും പെയറിംഗ് ആണ് ഇവിടെ നടക്കുക അല്ലേ. by the formation of a proteinaceous structure, protein-like structure in between these 2 chromosomes known as synaptonemal complex. ഇങ്ങനെയാണ് ആ പെയറിംഗ് നടക്കുക. ഓക്കെ. ആൻഡ് അടുത്ത സ്റ്റേജ് സിനാപ്സിസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സൈഗോട്ടീൻ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് പാക്കറ്റീൻ സ്റ്റേജ് അല്ലേ. പാക്കറ്റീൻ സ്റ്റേജിൽ ഈ പെയറിംഗ് നടത്തിയ ക്രോമോസോംസ് അല്ലേ, മെറ്റേണൽ ക്രോമോസോമും പാറ്റേണൽ ക്രോമോസോമും തമ്മിൽ പെയറിംഗ് നടത്തി ആൻഡ് അവർ തമ്മിൽ ജീൻസ് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനെ നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കും. സോ വാട്ട് ഈസ് ക്രോസിംഗ് ഓവർ? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഇൻ ബിറ്റ്വീൻ ദ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. കണ്ടോ, ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ പെയറിംഗ് നടത്തി അവർ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇനി അവർ തമ്മിൽ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഞാൻ ഈ ഒരു പൊസിഷനിൽ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയുള്ള ക്രൊമാറ്റിഡ്സുകൾ തമ്മിലാണ് ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സുകൾ തമ്മിലല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. ഓക്കെ. അവർ രണ്ടുപേരും തമ്മിൽ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്തു, ഡയഗ്രത്തിൽ കാണുന്ന പോലെ. അടുത്തത് റീകോമിനന്റ് ക്രോമോസോംസ് ആഫ്റ്റർ ക്രോസിംഗ് ഓവർ. ക്രോമോസോംസിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. മെറ്റേണൽ ക്രോമോസോമിൽ കണ്ടോ, പാറ്റേണൽ ക്രോമോസോമിൽ നിന്ന് മേടിച്ച സ്മോൾ ടി, അതുപോലെ മെറ്റേണൽ ക്രോമോസോമിൽ നിന്ന് മേടിച്ച ക്യാപിറ്റൽ ടി. ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തല്ലേ. ഇവിടെ ഉണ്ടായിരുന്ന ടി ഇങ്ങോട്ട് പോയി, ഇവിടെ ഉണ്ടായിരുന്ന ടി അങ്ങോട്ട് പോയി. അടുത്ത സ്റ്റേജ് ഡിപ്ലോട്ടിൻ ഓർ ഡിപ്ലോനീമ. ഡിപ്ലോനീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 threads എന്നാണ് മീനിങ്. ദാറ്റ് മീൻസ് ഇപ്പോൾ പെയറിംഗ് നടത്തി ജീൻസ് എക്സ്ചേഞ്ച് നടത്തിയിരിക്കുന്ന ഹോമോലോഗസ് പെയർസ് അല്ലെ, ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ നടക്കുക കേട്ടോ. ദർ ഇസ് ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ്. ഈ ഹോമോലോഗസ് ക്രോമോസോംസിന് ഇടയ്ക്ക് ഫോം ചെയ്ത സ്ട്രക്ചർ ഇല്ലേ, പ്രോട്ടീൻ ലൈക്ക് സ്ട്രക്ചർ, അവരെ തമ്മിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി ഫോം ചെയ്ത സ്ട്രക്ചർ ഇതാ ഇങ്ങനെ. ഇതൊരു ക്രോമോസോം ആയിരുന്നു. ഇതടുത്തത്
അവരെ തമ്മിൽ ചേർക്കാൻ വേണ്ടി ഫോം ചെയ്ത സ്ട്രക്ചറില്ലേ, ഇതങ്ങ് ഡിസോൾവ് ചെയ്ത് പോകാൻ തുടങ്ങും. ഇവർ ഡിസോൾവ് ചെയ്ത് പോയാൽ എന്താ പറ്റുക? ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്യും അല്ലേ. സോ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ്, ഹോമോലോഗസ് ക്രോമോസോം സ്റ്റാർട്ട് സെപ്പറേറ്റിംഗ്. അവർ സെപ്പറേറ്റ് ചെയ്യും എക്സെപ്റ്റ് അറ്റ് ദ റീജിയൺ ഓഫ് ക്രോസ് ഓവർ. എവിടെയാണോ ക്രോസിംഗ് ഓവർ നടന്നത് ആ റീജിയൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തു നിന്നും ഹോമോലോഗസ് ക്രോമോസോംസ് വിട്ടു നിൽക്കും. ഓക്കെ, അപ്പോൾ ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലത്ത് ഒരു കൈ ഷേപ്പിലുള്ള സ്ട്രക്ചർ ഫോം ചെയ്യും. ഗ്രീക്ക് ലെറ്റർ കൈയുടെ സിമ്പിൾ അല്ലേ. അപ്പോൾ ഗ്രീക്ക് ലെറ്റർ കൈ എങ്ങനെയാണ് ഇരിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിന് എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ എന്നല്ല പറയുക, ഗ്രീക്ക് ലെറ്റർ കൈ ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു സ്ട്രക്ചർ ഇരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കയാസ്മേറ്റ എന്ന് വിളിക്കുക. കയാസ്മേറ്റ ഗ്രീക്ക് ലെറ്റർ കൈയുടെ ഷേപ്പിൽ അത് വരുന്നതുകൊണ്ട്. അപ്പം കൈയിന് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും എക്സ് പോലെയാണ് ഇരിക്കുക അല്ലേ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും NCERT അങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ദ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോംഡ് ഈസ് നോൺ ആസ് കയാസ്മേറ്റ എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് അതേപോലെ തന്നെ ഇങ്ങോട്ട് കൊടുത്തേക്കുന്നത്. ബെറ്റർ ടു റൈറ്റ് ഇറ്റ് ആസ് കൈ ഷേപ്ഡ് സ്ട്രക്ചർ, ഗ്രീക്ക് ലെറ്റർ കൈ അല്ലേ, ആ ഷേപ്പിലുള്ള സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് കയാസ്മേറ്റ. കണ്ടോ, oocytes ഓഫ് സം വെർട്ടിബ്രേറ്റ്സ് ഡിപ്ലോട്ടിൻ ക്യാൻ ലാസ്റ്റ് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ്. ചില വെർട്ടിബ്രേറ്റ്സിന്റെ oocytesലെ ഡിപ്ലോട്ടിൻ സ്റ്റേജ് കുറേ മന്ത്സ് അല്ലെങ്കിൽ ഇയേഴ്സ് ലാസ്റ്റ് ചെയ്ത് പോകാം. നിങ്ങൾ അടുത്ത വർഷം സ്പെർമാറ്റോജനസിസും oogenesis ഒക്കെ പഠിക്കും. രണ്ടിലും നടക്കുന്ന മെയിൻ സെൽ ഡിവിഷൻ മയോസിസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫീമെയിൽസിന്റെ oogenesis പഠിക്കുമ്പോൾ അതിൽ ടൈം ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കും. സ്റ്റേജസിൽ വരുന്ന ടൈം ഡിഫറൻസ്, അതായത് കുറച്ച് സ്റ്റേജസ് ഈ ഒരു ടൈമിൽ നടക്കും, ബാക്കി കുറച്ച് സ്റ്റേജസ് ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ പിബേർട്ടി സ്റ്റേജിൽ നടക്കുന്ന കുറച്ച് സ്റ്റേജസ്, ആൻഡ് ആഫ്റ്റർ പിബേർട്ടി നടക്കുന്ന കുറച്ച് സ്റ്റേജസ്, ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. ഇനി ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊഫേസ് 1 ഡയക്കനസിസ്. ഇവിടെ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. അപ്പോൾ കയാസ്മേറ്റ റീജിയനിൽ ഹോമോലോഗസ് സ്പേസ് ജോയിൻഡ് ആയിരുന്നു. ആ റീജിയനിൽ നിന്നും ക്രോമോസോംസ് സെപ്പറേറ്റ് ആകുന്നു. നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ആൻഡ് ക്രോമോസോംസ് ആർ ഫുള്ളി കണ്ടെൻസ്ഡ്. മയോട്ടിക് സ്പിൻഡിൽ ഫോർമേഷൻ, ഇത് കണ്ടോ, ഇതാണ് മയോട്ടിക് സ്പിൻഡിൽ അപ്പാരറ്റസ് ഫോം ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഡയക്കനസിസ് സ്റ്റേജിലാണ് നടക്കുക. ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് സ്റ്റാർട്ട്സ് ഡിസൻറ്റിഗ്രേറ്റിംഗ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയഗ്രത്തിൽ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസോൾവ് ചെയ്ത് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. കണ്ട, ഇതൊക്കെ പ്രൊഫേസിൽ നടക്കേണ്ട കാര്യങ്ങളാണല്ലേ. നമ്മൾ മൈറ്റോസിസ് പഠിച്ചില്ലേ, മൈറ്റോസിസ് പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്ത് പോകാൻ തുടങ്ങണം. അതുപോലെ മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോർമേഷൻ നടക്കണം അല്ലേ. ഇവിടെ മയോട്ടിക് സ്പിൻഡിലാണ് ഫോം ചെയ്യുന്നത്. അത് ഈ ഡയക്കനസിസ് സ്റ്റേജോട് കൂടിയാണ് നടക്കുക. കണ്ടോ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, ദീസ് ആർ ദ 4 സ്റ്റേജസ് ഓഫ് പ്രൊഫേസ് 1. ഏതൊക്കെയായിരുന്നു? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയക്കനസിസ്. ഓരോ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക തന്നെ വേണം, വിത്ത് ഡയഗ്രാം. ടെക്സ്റ്റ് ബുക്കിൽ ഡയഗ്രാം ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഡയഗ്രാം വരച്ച് തന്നെ പഠിക്കണം. സോ ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ ക്രോമോസോംസ് തിൻ ത്രെഡ്സ് ആയിട്ട് കാണപ്പെടുന്നു അല്ലേ. 4 ക്രോമോസോംസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ക്രോമോസോംസ് കൊടുത്തിട്ടുണ്ട്. ഹാഫ് ഫ്രം ദ മദേഴ്സ് സൈഡ് ആൻഡ് ഹാഫ് ഫ്രം ദ ഫാദേഴ്സ് സൈഡ്. ഹാഫ് മെറ്റേണൽ ആണ്, ഹാഫ് പെറ്റേണൽ ആണ് അല്ലേ. അത് സൈഗോട്ടീൻ സ്റ്റേജ് ആണ്. ഇവിടെ ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ പെയറിംഗ് നടത്തുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് സിനാപ്സിസ് അല്ലേ. ബൈ ദ ഫോർമേഷൻ ഓഫ് എ പ്രോട്ടീൻ ലൈക്ക് സ്ട്രക്ചർ നോൺ ആസ് സിനാപ്റ്റോനീമൽ കോംപ്ലെക്സ്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് പാക്കറ്റീൻ സ്റ്റേജ് ആണ്. പാക്കറ്റീൻ സ്റ്റേജിൽ ഈ ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നു. ഇവിടെ സിനാപ്സിസ്. മെയിനായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റേജിൽ ആ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അവിടെ എഴുതി വെക്കുക. ഇവിടെ സിനാപ്സിസ് നടക്കുന്നു, ഇവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നു. ക്രോസിംഗ് ഓവർ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഇൻ ബിറ്റ്വീൻ ദ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. അവിടെ കൊടുത്തിട്ടുണ്ട്, ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഡിപ്ലോട്ടിൻ. പാക്കറ്റിംഗ് കഴിഞ്ഞാൽ ഡിപ്ലോട്ടിൻ. ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ഇവിടെ കയാസ്മേറ്റ. അപ്പോൾ ഓരോ സ്റ്റേജിലും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട് അല്ലേ. ഇവിടെ കയാസ്മേറ്റ ഫോർമേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കയാസ്മേറ്റ ഫോർമേഷൻ നടക്കുക? ഹോമോലോഗസ് ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്യൂ അല്ലേ. നേരത്തെ പെയറിംഗ് നടത്തിയിരുന്ന ഹോമോലോഗസ് ക്രോമോസോംസ് ക്രോസിംഗ് ഓവർ നടന്ന റീജിയൻ ഒഴിച്ച് ബാക്കി എല്ലാ റീജിയൻസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ക്രോസിംഗ് ഓവർ നടന്ന റീജിയനിൽ ഒരു കൈ ഷേപ്പിലുള്ള സ്ട്രക്ചർ ഫോം ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് കയാസ്മേറ്റ. അടുത്ത് ലാസ്റ്റ് സ്റ്റേജ് ഡയക്കനസിസ്. ഇവിടെ ആകുമ്പോൾ കയാസ്മേറ്റ റീജിയനിൽ നിന്നും ഈ ക്രോമോസോംസ് സെപ്പറേറ്റ് ചെയ്തു പോകും. That means there is terminalization of chiasmata. Now the chromosomes are fully condensed. Nuclear membrane disappear ചെയ്തു പോകാൻ തുടങ്ങും and meiotic spindle formation. ഇനി മെറ്റാഫേസ് സ്റ്റേജിൽ എന്താണ് നടക്കുക? മൈറ്റോസിസ് എന്ന് ഓർത്തെ. ക്രോമോസോംസ് എവിടെ വന്ന് അലൈൻ ചെയ്യും? സ്പിൻഡിലിന്റെ ഇക്വേറ്ററിൽ വന്ന് അലൈൻ ചെയ്യും. അതിനു വേണ്ടിയിട്ട് സെൻട്രിയോൾസിൽ നിന്ന് ഫോം ചെയ്ത സ്പിൻഡിൽ ഫൈബേഴ്സ്, ഇലോങ്ങേറ്റഡ് ഫൈബേഴ്സ് അല്ലേ, അത് ക്രോമോസോംസുമായിട്ട് കണക്ട് ചെയ്യണം. സോ ഇവിടെ
നമ്മുടെ ക്രോമോസോംസ് ഹോമോലോഗസ് ക്രോമോസോംസ് പെയറിങ് നടത്തി, ക്രോസിംഗ് ഓവർ നടത്തി, കയാസ്മേറ്റ ഫോം ചെയ്തു, എന്നിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തു. എങ്കിലും സ്റ്റിൽ നമ്മൾ അവരെ ബൈവാലൻസ് എന്ന് തന്നെയാണ് പറയുക. അവർ കംപ്ലീറ്റ്ലി അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് പോയിട്ടില്ല. മാറ്റേണൽ ക്രോമോസോമും പാറ്റേണൽ ക്രോമോസോമും ഇങ്ങനെ ഇരുന്നു, ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു, എന്നിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോഴും നമ്മൾ അവരെ ബൈവാലൻസ് എന്ന് തന്നെയാണ് വിളിക്കുക കേട്ടോ. നൗ ദ ബൈവാലൻസ് അലൈൻ ഓൺ ദ ഇക്വേറ്റോറിയൽ പ്ലേറ്റ്. എവിടെ? സ്പിൻഡിലിന്റെ ഇക്വേറ്ററിൽ വന്ന് അലൈൻ ചെയ്യും, സ്പിൻഡിലിന്റെ സെൻറ്ററിൽ വന്ന് അലൈൻ ചെയ്യും. ദാറ്റ് മീൻസ് മെറ്റാഫേസ് പ്ലേറ്റിൽ അല്ലേ, മെറ്റാഫേസ് പ്ലേറ്റ് പഠിച്ചല്ലേ, മെറ്റാഫേസ് പ്ലേറ്റിൽ വന്ന് ഈ ക്രോമോസോംസ് അലൈൻ ചെയ്യും. എങ്ങനെയാണ് അലൈൻമെന്റ് വരിക നോക്കിക്കേ, കണ്ടോ? മെറ്റേണൽ ക്രോമോസോമും പാറ്റേണൽ ക്രോമോസോമും, മെറ്റേണൽ ക്രോമോസോമും പാറ്റേണൽ ക്രോമോസോം. ആ ഹോമോലോഗസ് പെയേഴ്സ് കണ്ട ആ ബൈവാലൻസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുക. ദ മൈക്രോ ട്യൂബ്യൂൾസ് ഫ്രം ദ ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സ്പിൻഡിൽ അറ്റാച്ച് ടു ദ കൈനറ്റോകോർ ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. നമുക്കറിയാം അല്ലേ, ഇതെന്താണ്? ഇത് ആസ്ട്രൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ആണല്ലേ, ആസ്റ്റർ ഫോർമേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൈറ്റോസിസിന്റെ കേസിൽ നമ്മൾ പഠിച്ചായിരുന്നു. സോ രണ്ട് സൈഡിലും ആസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് സെൻട്രിയോൾസിൽ നിന്നും ഫോം ചെയ്യുന്ന ലോങ് മൈക്രോ ട്യൂബ്യൂൾസ്, അതാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഈ കൊടുത്തിട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഇത് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എങ്ങോട്ട് വന്ന് കണക്റ്റഡ് ആകും? ക്രോമോസോംസിന്റെ കൈനറ്റോകോർ റീജിയനിലോട്ട് കണക്റ്റഡ് ആകും. ഈ വൈറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത് കൈനറ്റോകോർ റീജിയൻ ആണ്. അപ്പോൾ ക്രോമോസോംസിന്റെ കൈനറ്റോകോർ റീജിയനിലോട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നതായിട്ട് കാണാം. ഈ അറ്റാച്ച്മെന്റ് നമ്മുടെ മൈറ്റോസിസിലെ പോലെ അല്ല. എങ്ങനെയാണ് അറ്റാച്ച്മെന്റ്? ഈ മെറ്റേണൽ ക്രോമോസോമിന്റെ ഒരു കൈനറ്റോകോർ റീജിയനിലോട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ, മറ്റ് കൈനറ്റോകോർ റീജിയൻ ഫ്രീ ആണ്, കണ്ടോ? അതുപോലെ തന്നെ പാറ്റേണൽ ക്രോമോസോമിന്റെ ഒരു കൈനറ്റോകോർ റീജിയനിലോട്ട്, അതായത് ഈ ഹോമോലോഗസ് പെയർസിന്റെ ഓരോ ക്രോമോസോമിന്റെ ഒരു കൈനറ്റോകോർ റീജിയനിലോട്ടാണ് ഓപ്പോസിറ്റ് പോൾസിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തേക്കുന്നത്. മൈറ്റോസിസിന്റെ കേസിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. മൈറ്റോസിന്റെ കേസിൽ ക്രോമോസോം ഇങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ട് കൈനറ്റോകോർ റീജിയൻ, ഇവിടെ നിന്നൊരു സ്പിൻഡിൽ ഫൈബർ ഒന്ന് അറ്റാച്ച് ചെയ്യും, ഇവിടെ നിന്നൊരു സ്പിൻഡിൽ ഫൈബർ ഒന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ രണ്ട് ക്രൊമാറ്റിഡ്സും രണ്ട് പോൾസിലേക്കും ഫേസ് ചെയ്യുന്ന വിധത്തിലാണ് അറ്റാച്ച്മെന്റ് വന്നിരുന്നത് അല്ലേ. ഇവിടെ അങ്ങനെ അല്ല, കണ്ടോ? ഇവിടുത്തെ ഡിഫറൻസ് നിങ്ങൾ കണ്ടോ? ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് അനാഫേസ്. അനാഫേസ് 1 അല്ലേ. ഇവിടെ എന്താ നടക്കുക? ക്രോമോസോംസിന്റെ മൂവ്മെന്റ് ആണ് നടക്കുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ക്രോമോസോംസ് മൂവ് ചെയ്യും. ഇനി ഇവിടെ എങ്ങനെയാണ് ക്രോമോസോംസ് മൂവ് ചെയ്യുക? ഹോമോലോഗസ് ക്രോമോസോംസ് സെപ്പറേറ്റ്. മൈറ്റോസിസിന്റെ കേസിൽ ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ക്രോമോസോം അതിന്റെ സെൻട്രോമിയർ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത ക്രൊമാറ്റിഡ്സ് സെല്ലിന്റെ ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യും അല്ലേ. ഇങ്ങനെയാണ് മൈറ്റോസിസിന്റെ കേസിൽ നടക്കുക. പക്ഷേ മയോസിസിന്റെ കേസിൽ അങ്ങനെയല്ല. മയോസിസിന്റെ കേസിൽ നമുക്ക് ബൈവാലൻസ് ആയിട്ടാണ് ക്രോമോസോംസ് ഇവിടെ ഇരിക്കുക, ഒരു മെറ്റേണലും ഒരു പെറ്റേണലും. എന്നിട്ട് ഈ ക്രോമോസോം ഇങ്ങോട്ട് പോകും, ഈ ക്രോമോസോം ഇങ്ങോട്ട് പോകും. ഹോമോലോഗസ് ക്രോമോസോംസ് ആണ്, അതായത് ക്രോമോസോംസ് അസച്ച് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. അതായത് മെറ്റേണൽ ക്രോമോസോം ഇങ്ങോട്ട് പോയി, പാറ്റേണൽ ക്രോമോസോം ഇങ്ങോട്ടും പോകും. മനസ്സിലായോ? സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് റിമെയിൻസ് അസോസിയേറ്റഡ് അറ്റ് ദ സെൻട്രോമിയർ. ദർ ഇസ് നോ സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയേഴ്സ്. ഇവിടെ സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് ഒന്നും നടക്കുന്നില്ല, കണ്ടോ? മെറ്റേണൽ ക്രോമോസോം ഈ ഒരു പോളിലോട്ട് പോയി, പാറ്റേണൽ ക്രോമോസോം ഈ ഒരു പോളിലോട്ടും പോയി. അതുപോലെ ബ്ലൂ ക്രോമോസോം ഉണ്ട്, ഇത് മെറ്റേണലായെന്ന് വിചാരിക്കുക, മെറ്റേണൽ ഇങ്ങോട്ട് പോയി, അല്ലെങ്കിൽ പാറ്റേണലായെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ആട്ടെ. മെറ്റേണൽ ഇങ്ങോട്ട് പോയി, പാറ്റേണൽ ഇങ്ങോട്ട് പോയി. ക്രോമോസോമായിട്ട് തന്നെയാണ് മൂവ്മെന്റ് നടക്കുക. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ പറ്റുക? ഹാഫ് ക്രോമോസോംസ് ഒരു പോളിലോട്ട്, ബാക്കി ഹാഫ് ക്രോമോസോംസ് മറ്റേ പോളിലോട്ട്, ഓപ്പോസിറ്റ് പോളിലോട്ട്. അണ്ടർസ്റ്റുഡ്? അതാണ് അനാഫേസ് സ്റ്റേജിൽ നടക്കുക. ഇവിടെ ക്രോമോസോംസ് അസച്ച് ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ദർ ഇസ് നോ സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയേഴ്സ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ക്രൊമാറ്റിഡ്സ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് സ്റ്റേജ് ടീലോഫേസ്. ടീലോഫേസ് 1. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂവ് ചെയ്ത ക്രോമോസോംസ് സെല്ലിന്റെ രണ്ട് പോളിലും വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് റീഅപ്പിയർ. ഈ മൂവ് ചെയ്ത ക്രോമോസോംസ് സെല്ലിന്റെ രണ്ട് പോളിലും വന്ന് സെറ്റിൽ ചെയ്തു, എന്നിട്ട് അവിടെ ക്ലസ്റ്റർ ചെയ്യുന്നു അല്ലേ. എന്നിട്ട് അവരുടെ ഐഡന്റിറ്റി ലോസ് ആകുന്നു. ക്രോമോസോം എന്ന് പറയുന്ന ഐഡന്റിറ്റി ലോസ് ആകുന്നു. മീൻസ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ, ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചർ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് ക്രോമോസോമിന്റെ സ്ട്രക്ചർ അല്ലേ. അത് പിന്നെ ഇല്ല. പിന്നെ അത് എന്തായിട്ട് മാറും? അത് ഡീകണ്ടൻസ് ചെയ്തിട്ട് ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ആയിട്ട്, ക്രൊമാറ്റിൻ ത്രെഡ്സ് ആയിട്ട് മാറാൻ തുടങ്ങും. പക്ഷെ മയോസിസ് 1ന്റെ കേസിൽ ഈ ക്രോമോസോംസ് പിന്നെ ഇങ്ങനെ ഫുള്ളി എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റിലേക്ക് പോകത്തില്ല കേട്ടോ. കുറച്ച് ഡീകണ്ടൻസ്ഡ് ആകുന്നുണ്ട്,
മൈറ്റോസിസിനെ പോലെ ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല, ബിക്കോസ് ഇവർക്ക് ഇനി ഒരു സ്റ്റേജിലോട്ടും കൂടെ കടക്കാനുണ്ട് അല്ലേ, ഒരു തവണയും കൂടെ ഡിവൈഡ് ചെയ്യാനുണ്ട്, മയോസിസ് 2 കടക്കാനുണ്ട്. ഓൾദോ ഇൻ മെനി കേസസ് ദ ക്രോമോസോംസ് ഡു അണ്ടർഗോ സം ഡിസ്പേർഷൻ, ദേ ഡു നോട്ട് റീച്ച് ദ എക്സ്ട്രീംലി എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റ് ഓഫ് ദ ഇന്റർഫേസ് ന്യൂക്ലിയസ്. അപ്പോൾ ഇന്റർഫേസ് ന്യൂക്ലിയസിനെ പോലെ അത്രയും എക്സ്റ്റെൻഡഡ് സ്റ്റേജിലേക്ക് ഈ ക്രോമോസോംസ് വരില്ല, എന്നാലും ഡീകണ്ടൻസേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ക്രോമോസോംസ് ക്രോമാറ്റിൻ ത്രെഡ്സ് ആയിട്ട് മാറുന്നുണ്ട്, പക്ഷേ ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നില്ല മൈറ്റോസിസിനെ പോലെ. Telophase is followed by cytokinesis. Cytokinesis follows and this is called as dyad of cells. Telophase സ്റ്റേജിലേക്ക് നോക്കൂ, എന്തെല്ലാം നടക്കുന്നത്. മൂവ് ചെയ്ത ക്രോമോസോംസ് സെല്ലിന്റെ ഓപ്പോസിറ്റ് പോൾസിലേക്ക് വന്ന് സെറ്റിൽ ചെയ്യുന്നു ആൻഡ് അവർ ഡീകണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്നു, അവരുടെ ഐഡന്റിറ്റി ലോസ് ആകുന്നു, അവരെ ഡിസ്പോസ് ചെയ്യുന്നു അല്ലേ. ആൻഡ് ഇവർക്ക് ചുറ്റും എന്ത് ഫോം ചെയ്യുന്നു, എന്താണോ ഡിസപ്പിയർ ചെയ്ത് പോയത് നേരത്തെ അത് റീഫോം ചെയ്യുന്നു, ദാറ്റ് ഈസ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അങ്ങനെയാകുമ്പോൾ 2 ഡോട്ടർ ന്യൂക്ലിയ ഇവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ ഇവിടെ കംപ്ലീറ്റഡ് ആയി അല്ലേ. ഓക്കെ, ആൻഡ് ഈ കൂട്ടത്തിൽ ഈ സെല്ലൊന്ന് ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കും? ആ പോളാർ മൈക്രോ ട്യൂബ്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്തിട്ട്, ഞാൻ മൈറ്റോസിന്റെ കേസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ പോളാർ മൈക്രോ ട്യൂബ്യൂൾസ് പുഷ് ചെയ്യുമ്പോൾ സെല്ലൊന്ന് ഇലോങ്ങേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് സെല്ലിനെ ഡിവൈഡ് ചെയ്യാണ്ട് അത് പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ 2 ഡോട്ടർ ന്യൂക്ലിയ ഫോം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? സൈറ്റോകൈനസിസ് നടക്കും. ദാറ്റ് മീൻസ് സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ കൂടെ നടക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്യും. അങ്ങനെ 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. അതിവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഡയാഡ് ഓഫ് സെൽസ് എന്ന് പറയും, 2 ഡോട്ടർ സെൽസ് അല്ലേ. ഇനി ഓരോ സെല്ലിലും എത്ര ക്രോമോസോംസ് വെച്ചിട്ടുണ്ടെന്ന് പറയാം. പാരന്റൽ സെല്ലിൽ എത്ര നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ടായിരുന്നു? അതിന്റെ നേർപകുതി, ഹാഫ്. ഇപ്പോൾ നമ്മുടെ സെല്ലിന്റെ കാര്യമാണ് പറയുക, റീപ്രൊഡക്റ്റീവ് സെൽ 2n എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക അല്ലേ. അതിൽ 46 ക്രോമോസോംസ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ M1 മയോസിസ് 1 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ടായിരിക്കും? പാരന്റ് സെല്ലിന്റെ നേർപകുതി മീൻസ് 23. അതിനെ നമ്മൾ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ഡിപ്ലോയിഡ് സെല്ല് ഹാപ്ലോയിഡ് സെല്ലാകുന്ന സ്റ്റേജ് ഏതാണ്? മയോസിസിലെ സ്റ്റേജ് ഏതാണ്? മയോസിസ് 1. സോ നമ്മൾ മയോസിസിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കും. റിഡക്ഷൻ ഡിവിഷൻ. മൈറ്റോസിസിനെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് വിളിക്കുക അല്ലേ. മയോസിസിനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കും, ബിക്കോസ് ക്രോമോസോംസിന്റെ നമ്പർ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന സെൽ ഡിവിഷനാണിത്. ഇതിൽ ക്രോമോസോംസിന്റെ നമ്പർ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന മയോസിസിന്റെ സ്റ്റേജ് ഏതാണ്? മയോസിസ് 1 അല്ലേ. മയോസിസ് 1-ലാണ് ക്രോമോസോംസിന്റെ നമ്പർ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. ഡിപ്ലോയിഡ് സെൽസിൽ നിന്ന് ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യുന്നു. മനസ്സിലായോ? ഇനി മയോസിസ് 1 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട്, അതിനെ നമ്മൾ ഇന്റർകൈനസിസ് എന്ന് വിളിക്കും. ദ സ്റ്റേജ് ബിറ്റ്വീൻ 2 മയോട്ടിക് ഡിവിഷൻസ്. മയോസിസ് 1 കഴിഞ്ഞിട്ട് ഇനി നടക്കേണ്ട സ്റ്റേജ് ഏതാണ്? മയോസിസ് 2 ആണ് അല്ലേ. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഇന്റർവെൽ, അതിനാണ് നമ്മൾ ഇന്റർകൈനസിസ് എന്ന് പറയുക. ഇത് ഷോർട്ട് ലിവ്ഡ് ആണ്. ഓക്കെ, സോ ആഫ്റ്റർ മയോസിസ് 1 നെക്സ്റ്റ് മെയിൻ സ്റ്റേജ് മയോസിസ് 2. മയോസിസ് 2ന്റെ സബ് ഡിവിഷൻസ് കാരിയോകൈനസിസ് 2, സൈറ്റോകൈനസിസ് 2. കാരിയോകൈനസിസ് 2ന്റെ സബ് ഡിവിഷൻസ് പ്രൊഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ മയോസിസ് 2 ഇസ് സിമിലർ ടു മൈറ്റോസിസ്, അതുകൂടെ നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഏതാണ്? മയോസിസ് 1 ആണ്. ശരിക്കും അതാണ് റിഡക്ഷൻ ഡിവിഷൻ നമുക്ക് പറയാം അല്ലേ. റിഡക്ഷൻ നടക്കുന്ന സ്റ്റേജ്, ക്രോമോസോംസിന്റെ നമ്പർ ഹാഫ് ആയിട്ട് റിഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ് മയോസിസ് 1 ആണ്. മയോസിസ് 2 ഈസ് സിമിലർ ടു മൈറ്റോസിസ്, മൈറ്റോസിസിനെ പോലെ തന്നെയാണ്. ഇനി നമ്മുടെ കയ്യിൽ ആഫ്റ്റർ മയോസിസ് 1 എത്ര സെൽസ് ഉണ്ട്? 2 സെൽസ് ഉണ്ട്. 2 സെൽസിലും എത്ര നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ട്? പാരന്റ് സെല്ലിൽ എന്തോരം ക്രോമോസോംസ് ഉണ്ടായിരുന്നു? അതിന്റെ നേർപകുതി. അപ്പം ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിലെ പോലെ തന്നെയാണ് ക്രോമോസോംസിന് ഞാൻ കളർ കൊടുത്തത്. ഇവിടെ ബ്ലൂ ക്രോമോസോം അല്ലേ, അതിന്റെ മെറ്റേണൽ പാർട്ടാണിതെന്ന് വിചാരിക്കുക. അതിൽ മെറ്റേണൽ ക്രോമോസോം ഇത്, ആൻഡ് പെറ്റേണൽ ക്രോമോസോം ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ ബ്ലൂവിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, പെറ്റേണൽ. അപ്പോൾ രണ്ടും ഹോമോലോഗസ് ക്രോമോസോം പെയേഴ്സ് ആയിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് റെഡ് കളറിലാണ് കൊടുത്തേക്കുന്നത്, അത് പെറ്റേണലോ ആയിക്കോട്ടെ, മെറ്റേണൽ ക്രോമോസോമോ പെറ്റേണൽ ക്രോമോസോമോ. ഇവർ രണ്ടൊരു ഹോമോലോഗസ് പെയേഴ്സ് ആയിരുന്നു. ഈ റെഡും ഈ ഒരു ലൈറ്റ് റെഡും ഹോമോലോഗസ് പെയേഴ്സ് ആയിരുന്നു അല്ലേ. അപ്പം അതിന്റെ മെറ്റേണൽ ഇവിടെ എത്തി, പെറ്റേണൽ ഇവിടെ എത്തി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള 2 ഡോട്ടർ സെൽസ്. ഇപ്പോൾ ഡോട്ടർ സെൽസിൽ ഹാഫ് നമ്പർ ഓഫ് ക്രോമോസോംസ് അല്ലേ. പാരന്റ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ടായിരുന്നു? അതിന്റെ നേർപകുതി. അങ്ങനെയുള്ള 2 ഡോട്ടർ സെൽസ് നമ്മുടെ കയ്യിലുണ്ട്. അവരാണ് ഇനി പാരന്റ് സെൽസ് ആയിട്ട് നിൽക്കാൻ പോകുന്നത് അല്ലേ. ഓക്കെ, ഇനി അവരാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 സെൽസ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണം മയോസിസ് 2 എഴുതുമ്പോൾ. സോ ദ ഫസ്റ്റ് ഫേസ് ഓഫ് കാരിയോകൈനസിസ് 2 ഓഫ് മയോസിസ് 2 ഓഫ് മയോസിസ് ഏതാണ്? പ്രൊഫേസ് 2. മൈറ്റോസിസിനെ പോലെ തന്നെയാണ്, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനൊക്കെ ഡിസൻഗ്രേറ്റ് ചെയ്തു പോകും. ഇവർക്ക് ചുറ്റും ഉണ്ടായിരുന്ന ന്യൂക്ലിയർ മെംബ്രെയിൻ അതൊക്കെ ഇവിടെ
ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും, ഡിസപ്പിയർ ചെയ്തു പോകും. ക്രോമോസോംസ് ബിക്കം മോർ കോമ്പാക്ട്, കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. മയോട്ടിക് സ്പിൻഡിൽ ഫോർമേഷൻ ദാ സെൻട്രിയോൾ വരച്ചിട്ട് അതിന് ചുറ്റും ആസ്റ്റേഴ്സ് വരയ്ക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സും വരയ്ക്കണം കേട്ടോ. അതിവിടെ നിങ്ങൾ വരയ്ക്കണേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടില്ല മയോട്ടിക് സ്പിൻഡിൽ ഫോർമേഷൻ. സോ ദിസ് ഇസ് മയോട്ടിക് സ്പിൻഡിൽ. എങ്ങനെയാണത് വരയ്ക്കുക? രണ്ട് സൈഡിലും 2 പോളിലായിട്ട് ആസ്റ്റേഴ്സ് ഇതെങ്ങനെ വരയ്ക്കുക? പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ, ഇനി പറഞ്ഞില്ലെന്ന് പറയരുത് കേട്ടോ. പെട്ടെന്ന് ഈ ക്ലാസ് കാണുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതാണ് സ്പിൻഡിൽ അപ്പാരറ്റസ്. ഓക്കെ, അത് ആ സെല്ലിനകത്ത് തന്നെ വരയ്ക്കണേ. അടുത്തത് മെറ്റാഫേസ് സ്റ്റേജ് ആണ്. മെറ്റാഫേസ് സ്റ്റേജിൽ ക്രോമോസോംസ് എവിടെ വന്ന് അലൈൻ ചെയ്യും? സ്പിൻഡിലിന്റെ ഇക്വേറ്ററിൽ വന്ന് അലൈൻ ചെയ്യും. സെൻട്രിയോൾസ് സെല്ലിന്റെ 2 പോൾസിലോട്ടും 2 അറ്റത്തേക്കും വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമോസോംസിന്റെ കാനറ്റോകോർ റീജിയനിലോട്ട് വന്ന് കണക്റ്റഡ് ആകും അല്ലേ? എന്നിട്ട് ഈ ക്രോമോസോം സ്പിൻഡിലേക്കൂടെ സെല്ലിന്റെ ആ സെൻട്രലിലേക്ക് അല്ലെങ്കിൽ സ്പിൻഡിലിന്റെ ഇക്വേറ്ററിൽ വന്ന് അലൈൻ ചെയ്യുന്നു. ആ ഒരു പ്ലെയിൻ ഓഫ് അലൈൻമെന്റിന് നമ്മൾ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയും. ഇങ്ങനെയല്ല നമ്മൾ മൈറ്റോസിസിൽ പഠിച്ചത്. അത് തന്നെയാണ് നിങ്ങൾ എല്ലായിടത്തും എഴുതേണ്ടത് കേട്ടോ. മെറ്റാഫേസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ക്രോമോസോംസ് എവിടെയാണ് വന്ന് അലൈൻ ചെയ്യുക? സ്പിൻഡിലിന്റെ ഇക്വേറ്ററിൽ വന്ന് അലൈൻ ചെയ്യും. അങ്ങനെ വന്ന് അലൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമോസോംസുമായിട്ട് വന്ന് കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, ക്രോമോസോംസ് അലൈൻ ഓൺ ദ മെറ്റാഫേസ് പ്ലേറ്റ്. മെറ്റാഫേസ് പ്ലേറ്റ് വന്ന് അലൈൻ ചെയ്യുന്നു. ഇതാണ് മെറ്റാഫേസ് പ്ലേറ്റ്. 2 സെല്ലിൽ നിങ്ങൾ വരയ്ക്കണം അങ്ങനെ കേട്ടോ. സ്പിൻഡിൽ മൈക്രോട്യൂബ്യൂൾസ് അറ്റാച്ച് ടു ദ കാനറ്റോകോർസ് ഓഫ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഫ്രം ബോത്ത് പോൾസ്. 2 പോളിൽ നിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നത്. ക്രോമോസോം ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഈ പോളിൽ നിന്ന് സ്പിൻഡിൽ ഫൈബർ ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യുന്നു, ഈ പോളിൽ നിന്ന് സ്പിൻഡിൽ ഫൈബർ ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ 2 കാനറ്റോകോർ റീജിയനിലോട്ട് 2 പോൾസിൽ നിന്ന്, ഓപ്പോസിറ്റ് പോൾസിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് കണക്റ്റഡ് ആവുന്നുണ്ട് ഒറ്റൊരു ക്രോമോസോമിലേക്ക്. അതായത് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ട് അല്ലേ? ആ ക്രോമാറ്റിഡ്സ് 2 പോളിലോട്ടും ഫേസ് ചെയ്യുന്ന വിധത്തിലാണ് ഈ സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ അറ്റാച്ച്മെന്റ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ബ്ലൂ ക്രോമോസോമിലും റെഡ് ക്രോമോസോമിലും എങ്ങനെയാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തതെന്ന്. മയോസിസ് 1 പോലെ അല്ല. അടുത്തത് അനാഫേസ് 2. ഇവിടെ എന്താ നടക്കുക? മൈറ്റോസിസിനെ പോലെ തന്നെയാണെങ്കിൽ ഇവിടെ ഓരോ ക്രോമോസോമിന്റെയും സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ അല്ലേ ഈ ജോയിനിങ് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. ഈ 2 ക്രോമാറ്റിഡ്സ് ഇല്ലേ, ഇവർ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഇവർ ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യും. സെൻട്രോമിയർ സ്പ്ലിറ്റ്സ് ആൻഡ് ക്രോമാറ്റിഡ് സെപ്പറേറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെപ്പറേറ്റഡ് ക്രോമാറ്റിഡ്സ് മൂവ് ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സെൽ. സിമ്പിൾ, ഈസി. കണ്ട, ഈ ബ്ലൂ ക്രോമോസോമിന്റെ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയിരുന്നു അല്ലേ? ഒന്ന് ഇങ്ങോട്ട് പോയി, ഒന്ന് ഇങ്ങോട്ട് പോയി. റെഡ് ക്രോമോസോമിന്റെ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഒന്ന് ഇങ്ങോട്ട് പോയി, ഒന്ന് ഇങ്ങോട്ട് പോയി. അങ്ങനെ ഇവിടെ ഇങ്ങനെ. ഓക്കെ, യെസ്. നൗ ദ ലാസ്റ്റ് ഫേസ്, ടീലോഫേസ് 2. ടീലോഫേസ് 2ൽ എന്താ നടക്കുക? ടീലോഫേസ് 2 ആകുമ്പോഴത്തേക്കും ഈ മൂവ് ചെയ്ത ക്രോമോസോംസ് സെല്ലിന്റെ 2 പോളിൽ വന്ന് സെറ്റിൽ ചെയ്യും. എന്നിട്ട് അവർ ഡീകണ്ടൻസ് ചെയ്യും അല്ലേ? ക്രോമോസോം ടു ക്രോമാറ്റിൻ ത്രെഡ്സ്. ക്രോമാറ്റിനായിട്ട് വരും. അത് ക്രോമോസോം എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി പിന്നെ ഇല്ല. അവർ ക്രോമാറ്റിൻ ത്രെഡ്സ് നൂല് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന പോലെ കെട്ടുപിണഞ്ഞ് കിടക്കും, ഡിസ്പേഴ്സ് ചെയ്യും അല്ലേ? ആൻഡ് ദേ വിൽ ക്ലസ്റ്റർ ഓപ്പോസിറ്റ് സ്പിൻഡിൽ പോൾസ് ടു ഫോം ക്രോമാറ്റിൻ. ന്യൂക്ലിയർ എൻവലപ്പ് ഡെവലപ്സ് അറൌണ്ട് ക്രോമാറ്റിൻസ് ടു ഫോം 2 ഡോട്ടർ ന്യൂക്ലിയർ. അപ്പം ഇവിടെ സെറ്റിലായ ക്രോമോസോംസ് അല്ലെങ്കിൽ ക്രോമാറ്റിൻ ത്രെഡ്സിന് ചുറ്റും എന്ത് ഫോം ചെയ്യുന്നു? ന്യൂക്ലിയർ എൻവലപ്പ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഫോം ചെയ്യുന്നു അല്ലേ? അങ്ങനെ 2 ഡോട്ടർ ന്യൂക്ലിയർ ഫോം ചെയ്യുന്നു. ഇവിടെ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ കംപ്ലീറ്റഡ് ആയി. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടീലോഫേസ് സ്റ്റേജിൽ തന്നെ സെല്ലൊന്ന് ഇലോങ്ങേറ്റ് ചെയ്ത് അല്ലേ? ഇങ്ങനെയാണ് ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. പോളാർ മൈക്രോട്യൂബ്യൂൾസ് പുഷ് ചെയ്തിട്ട് ഈ സെല്ലൊന്ന് ഇലോങ്ങേറ്റ് ചെയ്യും. ഇനി നടക്കേണ്ടത് സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷനാണ്. അപ്പോൾ ടീലോഫേസിനെ ഫോളോ ചെയ്തുകൊണ്ട് സൈറ്റോകൈനസിസ് നടക്കും. സൈറ്റോകൈനസിസ് ഒക്കേഴ്സ് ടു ഫോം 4 ഡോട്ടർ സെൽസ്. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യും, ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യും സൈറ്റോകൈനസിസ് നടക്കുമ്പോൾ. അപ്പോൾ ഓരോ സെല്ലിൽ നിന്നും 2 സെൽസ് വെച്ച് ടോട്ടൽ 4 സെൽസ് ഫോം ചെയ്യും അല്ലേ? അതവിടെ കൊടുത്തിട്ടുണ്ട് 4 സെൽസ്. ഇനി ഇവരൊക്കെ എന്താണ്? n നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള സെല്ലാണ്. ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് സെല്ലിൽ ഈ ഒരു സ്റ്റേജിൽ മയോസിസ് 2ൽ സ്റ്റാർട്ടിങ് സെല്ലിൽ എത്ര ക്രോമോസോംസ് ഉണ്ടായിരുന്നു? 2 ഉണ്ടായിരുന്നു അല്ലേ? 2. അത് തന്നെയായിരിക്കും ഡോട്ടർ സെൽസിലുണ്ടായി. ഇവിടെ ക്രോമോസോംസിന്റെ നമ്പറിൽ ഒരു ചേഞ്ചും പറ്റുന്നില്ല. പക്ഷേ ബിഗിനിങ്ങിൽ മയോസിസ് 1ലേക്ക് പോവുക. ബിഗിനിങ്ങിൽ നമ്മുടെ പേരന്റ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ടായിരുന്നു? 4 ക്രോമോസോംസ് ഉള്ള സെല്ലിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? 4. അത് ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്തു. പേരന്റ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ടോ അത് ഹാഫായിട്ട് മാറി അല്ലേ? അങ്ങനെ ടോട്ടൽ എത്ര സെൽസ് ഫോം ചെയ്തു? ആഫ്റ്റർ കംപ്ലീറ്റ് മയോസിസ് 4 ഡോട്ടർ സെൽസ്
2n നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള സെല്ല് n നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള 4 സെൽസ് ആയിട്ട് മാറി. കണ്ടോ? മയോസിസിന്റെ ഒരു കംപ്ലീറ്റ് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രം തന്നെയാണിത്. മയോസിസ് 1ഉം 2ഉം ഉൾപ്പെടുന്ന കംപ്ലീറ്റ് ഡയഗ്രം. അപ്പോൾ പ്രൊഫേസ് 1ലേക്ക് നോക്കുക. പ്രൊഫേസ് 1ലെ ഒറ്റൊരു ഡയഗ്രാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ 5 സ്റ്റേജസ് പറഞ്ഞു പ്രൊഫേസ് 1ന്: ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയക്കനസിസ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഡയഗ്രാംസ് നിങ്ങൾ വരച്ചു പഠിക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേജസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡയഗ്രം മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാ സ്റ്റേജസും ഓർത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഹോമോലോഗസ് പെയർസ് അല്ലേ. സിനാപ്സിസ് നടത്തിയായിരുന്നു, ക്രോസിംഗ് ഓവർ നടന്നായിരുന്നു, കയാസ്മേറ്റ ഫോം ചെയ്തായിരുന്നു, പിന്നെ അവർ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. ഹോമോലോഗസ് സ്പേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബൈവാലൻസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? പിന്നെ മെറ്റാഫേസ് 1ൽ ആ ബൈവാലൻസ് അലൈൻ ചെയ്യുന്ന വിധം കണ്ടോ? അനാഫേസ് 1 കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ച ഡയഗ്രത്തിലെ പോലെ തന്നെ ക്രോമോസോം ആ സച്ചാണ് മൂവ് ചെയ്യുന്നത്. കണ്ടോ? ഇവിടെ ടീലോഫേസ് 1 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ശരിക്കും സൈറ്റോകൈനസിസ് കഴിഞ്ഞിട്ടുള്ള 2 ഡയഗ്രാംസ് ആണ്. ടീലോഫേസ് നിങ്ങൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? സെല്ലിനെ ഇലങ്ങേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ബ്ലൂ ക്രോമോസോം, ഒരു ബ്ലൂ ക്രോമോസോം ഇവിടെ വരയ്ക്കുക, റെഡ് ക്രോമോസോം ഇവിടെ വരയ്ക്കുക. അതുപോലെ അടുത്ത ഡാർക്ക് ബ്ലൂ ഇവിടെ വരയ്ക്കുക, ലൈറ്റ് റെഡ് ഇവിടെ വരയ്ക്കുക. എന്നിട്ട് അതിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഫോം ചെയ്യുന്നതായിട്ട് കാണിക്കുക. ഇതാണ് ടീലോഫേസ്. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഇങ്ങനെ കട്ട് കൊടുത്തിട്ട് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്ത് കാണിക്കാൻ വേണ്ടി. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടീലോഫേസ് 1 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ആഫ്റ്റർ സൈറ്റോകൈനസിസ് ഫോം ചെയ്ത് 2 ഡോട്ടർ സെൽസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഒറ്റൊരു ഡയഗ്രത്തിൽ ഇത് അവർ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, സൈറ്റോകൈനസിസ് കഴിഞ്ഞിട്ട് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നതായിട്ട്. അടുത്തത് മയോസിസ് 2 ആണ്. ഇത് 1 ആണ്, ഇത് 2 ആണ്. ലൈക്ക് മൈറ്റോസിസിനെ പോലെ തന്നെയാണ്. ഇവിടെ 2 ഡോട്ടർ സെൽസ് ഉണ്ട്. അവർ പ്രൊഫേസ് 2ൽ കിടക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവർ മെറ്റാഫേസ് 2ലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അലൈൻമെൻറ്റ്, എങ്ങനെയാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് കണക്ട് ചെയ്യുന്നത് ക്രോമോസോംസിലേക്ക്, അതൊക്കെ ശ്രദ്ധിക്കുക. അനാഫേസ് 2ൽ എങ്ങനെയാണ് അവർ മൂവ് ചെയ്യുന്നത്, ക്രോമോസോംസ് ആയിട്ടാണോ അതോ ക്രോമാറ്റിഡ്സ് ആയിട്ടാണോ മൂവ് ചെയ്യുന്നത്? ഇവിടെ ക്രോമോസോംസ് തന്നെയായിട്ടാണ് മൂവ് ചെയ്യുന്നത്, ഇവിടെ ക്രോമാറ്റിഡ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ സെൻട്രോമിയറിൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട് ആൻഡ് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആകുന്നുണ്ട്. പിന്നെ അറ്റ് ദ എൻഡ് 4 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടീലോഫേസ് വരയ്ക്കുമ്പോൾ ഇവിടുത്തെ ടീലോഫേസിൽ സെല്ലിനെ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് 2 ഡോട്ടർ ന്യൂക്ലിയ വരയ്ക്കുക. ഇവിടെയും സെല്ലിനെ ഇലോങ്ങേറ്റ് ചെയ്ത് 2 ഡോട്ടർ ന്യൂക്ലിയ വരയ്ക്കുക. എന്നിട്ട് ഈ 4 ഡോട്ടർ സെൽസ് വരയ്ക്കുക. കേട്ടോ? ദാറ്റ്സ് ബെറ്റർ. ഇനി അല്ല, അങ്ങനെ അല്ലാതെ ഓർത്തിരിക്കാൻ കഴിവുള്ളവരുണ്ട്, മിടുക്കന്മാരും മിടുക്കികളുണ്ടല്ലേ. ഓക്കെ, നൗ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസസ് ഓഫ് മയോസിസ്? എന്താണ് മയോസിസിന്റെ സിഗ്നിഫിക്കൻസസ്? ഹാപ്ലോയിഡ് ഗാമേറ്റ്സിന്റെ ഫോർമേഷന് കാരണമാകുന്ന ഒരു സെൽ ഡിവിഷനാണിത്. ഗാമേറ്റ്സ് ഹാപ്ലോയിഡ് ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത് റിഡക്ഷൻ ഡിവിഷനാണ്. നമ്പർ ഓഫ് ക്രോമോസോംസ് ഹാഫായിട്ട് റിഡ്യൂസ് ചെയ്യുന്ന സെൽ ഡിവിഷനാണ്. സോ ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നു. ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ഫോം ചെയ്താൽ മാത്രമേ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിന്റെ കേസിൽ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുമ്പോൾ N*N മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഓരോ സ്പീഷീസിലും ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ടാകും അല്ലേ. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് നമ്പർ ഓഫ് ക്രോമോസോംസ് എന്ന് പറയുന്നത് 46 ആണ്. അത് സ്പീഷീസ് ടു സ്പീഷീസ് വേരി ചെയ്ത് പോകുക അല്ലേ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 46 തന്നെ എല്ലാ ജനറേഷനിലും മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. അപ്പോൾ എൻ്റെ പേരൻസിൽ 46 ആയിരുന്നു, എനിക്ക് 46 ആണ്, അടുത്ത ജനറേഷനിൽ 46 ആണ്. ഇതിങ്ങനെ ഓരോ ജനറേഷനിലും മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു പോകണം. കൺസിസ്റ്റൻസി ഓഫ് ക്രോമോസോം നമ്പർ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതെങ്ങനെയാണ് നടക്കുക? ഈ ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ഫോം ചെയ്താലേ ആ ഒരു പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ അല്ലേ. 23 × 23 എന്നാലല്ലേ 46 നമ്പർ ഓഫ് ക്രോമോസോംസ് ഉള്ള ഒരു സെല്ല് ഫോം ചെയ്യത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രോമോസോംസ് നമ്പർ മൈസസ് എന്ന സെൽ ഡിവിഷനിൽ ഹാഫായിട്ട് റിഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസം വീണ്ടും ഫോം ചെയ്യുന്നു. സോ ദർ വിൽ ബി കൺസിസ്റ്റൻസി ഓഫ് ക്രോമോസോം നമ്പർ ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ ഇൻ ദ കേസ് ഓഫ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്. ഓക്കെ, അടുത്ത സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് ലീഡ്സ് ടു ജനറ്റിക് വേരിയേഷൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മൈസസിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രോസിംഗ് ഓവർ ആണ് അല്ലേ. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഇൻ ബിറ്റ്വീൻ ദ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. അപ്പോൾ ഡെഫിനറ്റ്ലി റീകോമ്പിനേഷൻ ഉണ്ടാവും. റീകോമ്പിനേഷൻ ഉണ്ടായാൽ, റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂ കോമ്പിനേഷൻ ആണല്ലേ. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ജനറ്റിക് വേരിയേഷൻസ് ആൻഡ് വേരിയേഷൻ ലീഡ്സ് ടു എവല്യൂഷൻ. വേരിയേഷൻസ് ആർ നെസസറി ഫോർ ഇവല്യൂഷൻ. ഇത്രയേ ഉള്ളൂ. ദീസ് ആർ ദ സിഗ്നിഫിക്കൻസസ് ഓഫ് മയോസിസ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എൻഡർ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനിതിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാതെ വിട്ടുപോയിട്ടുണ്ടാകും. ബിക്കോസ് നമ്മൾ 2 സെഷനിലായിട്ടാണ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ മയോസിസ് മാത്രമേ പഠിച്ചുള്ളൂ. മയോസിസിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന്
കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. Till then, ബൈ ബൈ.